विशुद्धं परं सच्चिदानन्दरूपं गुणाधारमाधारहीनं वरेण्यं महान्तं विभान्तं गुहान्तं गुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये। शिवं नित्यमेकं विभुं तारकाख्यं सुखाकारमाकारशून्यं सुमान्यं महेशं कलेशं सुरेशं परेशं नरेशं निरीशं महिषं प्रपद्ये। यदा वर्णयत् कर्णमूलेऽन्तकाले शिवो राम रामेति रामेति काश्यां तदेकं परं तारकब्रह्मरूपं भजेऽहं 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 भजेऽहम्। यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो न नपुंसं न च स्त्रीं नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रम् आनन्दरूपं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनकेन्द्रसङ्गपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभितां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने। अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनाम् सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं शोणप्रभं सोमकलापतंसं पाणिस्फुरत्पञ्चशरेक्षुचापं प्राणप्रियं नौमि पिनाकपाणेः कोणत्रयस्थं कुलदैवतं नहं नमामि यामिनीनाथलेखालङ्कृतकुन्तलां भवानीं भवसन्तापनिर्वापणसुधानदीं चूडोत्तंसितचन्द्रचारुकलिकां चञ्जत्शिखाभास्वरो लीलादग्धविलोलकामशलभश्रेयो दशाग्रे स्फुरन् अन्तःस्फूर्जतपारमोहतिमिरप्राग्भारमुच्चाटयन्
ചേതസദ്മനിയോഗിനാം വിജയത്തെ ജ്ഞാനപ്രദീപോ ഹരഹം ശാരദാ ശാരദാംഭോജവദനാവദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത് രാകാചന്ദ്ര സമാനകാന്തിവദനാനാകാദിരാജസ്തുതാം മൂകാനാമപി കുർവതി സുരധുനീനികാശവാഗ്വൈഭവം ശ്രീകാഞ്ചീനഗരീ വിഹാരരസികാ ശോകാവഹന്ത്രീ സതാം ഏകാ പുണ്യപരംപരാ പശുപതേഃ ആകാരിണീ രാജത്തെ വിശ്വോദ്ഭവസ്ഥിതിലയാദിഷു ഹേതുമേകം മായാശ്രയം വിഗതമായമചിന്യമൂർത്തിം ആനന്ദസാന്ദ്രം അമലം നിജബോധരൂപം സീതാപതിം വിദിതതത്വമഹം നമാമി. സീതാരാമഗുണഗ്രാമപുണ്യാരണ്യവിഹാരിണൗ വന്ദേ വിശുദ്ധവിജ്ഞാനൗ കവീശ്വര കവീശ്വരൗ. നിർവാണ രാമായണം എന്ന ഒരു ശീർഷകത്തിൽ കഴിഞ്ഞ വർഷം മുതൽ നടന്നു വരുന്ന ഈ ഒരു ശ്രവണയജ്ഞം ഈ വർഷം നമ്മൾ ഇന്നലെ തുടങ്ങി. യോഗവാസിഷ്ഠത്തിൽ മുമുക്ഷു വ്യവഹാര പ്രകരണം എന്ന അധ്യായം. ശ്രീരാമനവമി സന്ദർഭത്തിലാണ് നമ്മളിത് പറയുന്നത്. ശ്രീമദ് വാൽമീകി രാമായണത്തില് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായിട്ട് രാമലക്ഷ്മണന്മാരെ വിളിച്ചുകൊണ്ടുപോവാനായി അയോധ്യയിലേക്ക് വരുന്നു. നമുക്കൊക്കെ അറിയുന്ന ഒരു സന്ദർഭം, കഥ. അപ്പോഴാണ് ഈ ഉപദേശം നടക്കുന്നത്. രാമൻ പരമവൈരാഗ്യവാനായിട്ട്, വിരക്തനായിട്ട് ലോകം ഒന്ന് യാത്ര ചെയ്ത് കണ്ട് വിവേകത്തോടുകൂടെ കണ്ടപ്പോ രാമന് വൈരാഗ്യം ഉണ്ടായി. ആർക്ക് വിവേകവും വൈരാഗ്യവും ഉണ്ടോ അവരിൽ ഈ വേദാന്തത്തിന്റെ വിത്ത് പാകിയ മുളയ്ക്കും. വിവേകമാണ് ആദ്യത്തെ പടി. ജീവിതത്തിനെ അറിവിന്റെ കണ്ണുകൊണ്ട്, വിവേകം കൊണ്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് വൈരാഗ്യം, വേറൊന്നുമില്ല. നമ്മളെ വഴിതെറ്റിക്കുന്ന വിഷയങ്ങളിൽ രുചി പോയി. മനസ്സ് പരിപൂർണമായും ഏകാഗ്രമായി ഫോക്കസ്ഡായി പരമാർത്ഥ വിഷയത്തിൽ. ചിലര് സംസ്കാരവശാൽ ഭക്തിയിലായിരിക്കും, ചിലര് സംസ്കാരവശാൽ ജ്ഞാനത്തിലായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ചിലരുടെ സംസ്കാരം ഭക്തിയാണ്,
ഇതേ തന്നെയാണ് ലക്ഷണം ഭാഗവതം പറയണത് ഭക്തിയിലും. ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാതി ഉദ്ഭവത് ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗാം പവനപുരപതേ നാശയാ ശേഷരോഗാം. ഒരു ഉപദേശ അധ്യായത്തിനെ സംഗ്രഹിച്ച് ഭട്ടതിരി പറഞ്ഞു, ലോകത്തിൽ ദുഃഖം കണ്ടു, വിഷമങ്ങൾ കണ്ട് വിവേകം ഉദിച്ചു എന്നാണ്. അപ്പൊ പരമാർത്ഥത്തിനെ അന്വേഷിക്കുക. അപ്പൊ പരമാർത്ഥം ഉണ്ടെന്ന് തോന്നും. ഇതെല്ലാം ഉള്ളില് ദുഃഖമുണ്ടെന്ന് മാത്രം നിന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ ആയിരിക്കും. ഇപ്പോഴത്തെ ലോകത്തിൽ അതാണ് പ്രശ്നം. കുറെ ദുഃഖം കണ്ടു, ഇങ്ങോട്ട് പരിഹാരമൊന്നുമില്ല. അപ്പൊ എന്താണ്? മദ്യവും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, കഞ്ചാവും, ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നും അർത്ഥം കാണാനില്ല എന്ന്. കുറച്ചു നേരം ഇതൊക്കെ മറന്നു കളയാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുകയാണ്. അതിനേക്കാളും ഭയങ്കരമാണ് ഈ മൊബൈല്. അങ്ങനെയാണപ്പോ അതിങ്ങനെ അതിന് അഡിക്റ്റഡ് ആയിട്ട് എവിടെ ആണെങ്കിലും ഒരാളുകള് എവിടെയെങ്കിലും ഒരിടത്ത് ഇപ്പൊ നേരം പോവാത്ത പ്രശ്നമേ ഇല്ല. ആളുകൾക്ക് നേരം പോരാത്ത പ്രശ്നമേ ഉള്ളൂ, ഇല്ലേ? ഉറങ്ങാൻ പോലും സമയമില്ല എന്നാണ്. ഒരു മുമ്പൊക്കെ ആവുമ്പോഴേ ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണില്ല, ഒരേ നോട്ടമാണ്. അതിനു പോലും സമയമില്ല എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളതൊന്നുമില്ല. അടുത്ത വീട്ടിൽ ആരിയിരിക്കണം ഒന്നും അറിയില്ല. അപ്പോ ഈ വിക്ഷേപം, ചിത്തവിക്ഷേപം, ഡിസ്ട്രാക്ഷൻ, മനസ്സ് കോൺസ്റ്റന്റ് ആയിട്ട് മനസ്സിനെ ചലിപ്പിച്ച് 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 നമുക്ക് തന്നെ നമ്മളുടെ മനസ്സ് ഇഷ്ടപ്പെടാതാവുന്നു. ഇനിയുണ്ടോ ഒരവസ്ഥ? അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല. അവനവന്റെ മനസ്സിന്റെ ചഞ്ചലമായ സ്ഥിതി കാണുമ്പോൾ ഇഷ്ടപ്പെടാതെ ആവുന്നു മാത്രമല്ല, എവിടെയോ ഒരു ഗ്ലിംസ് ഉണ്ട്. ആ നിശ്ചലമായ സൗഖ്യമായ മനസ്സിന്റെ ഒരു സ്ഥിതി, യോഗസ്ഥിതി. അത് ചിലപ്പോഴൊക്കെ പലപ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നും. അപ്പോൾ വിചാരിക്കും നമ്മൾ പാട്ട് കേൾക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. ഏകാന്തമായൊരു ദൃശ്യം, നല്ല അന്തരീക്ഷം, നല്ല സന്നിവേശം, പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്നു സന്തോഷം. അപ്പൊ അങ്ങോട്ട് ടൂറ് പോവുക, ആ സ്ഥലവും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നശിപ്പിക്കുക, അല്ലേ? അപ്പോ മനസ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ശാന്തമാവണം, നിശ്ചലമാവണം എന്ന് എല്ലാവർക്കും അറിയാം. തിരുവണ്ണാമലയിൽ പോയി മനസ്സിന് സമാധാനം കിട്ടുന്നു ഞങ്ങളെപ്പോലെ കുറെ ആളുകൾ പറഞ്ഞപ്പോ അവിടെ വീർപ്പ് പൊട്ടിയിട്ട് ഇരിക്കുക, തിരക്കിയിട്ട്. അപ്പോ എവിടെ തമിഴിലൊരു ചൊല്ലുണ്ട്, എത്ത തിന്നാ പിത്തം തീരും. എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് നമ്മളുടെ ഈ മനസ്സിന്റെ വിഭ്രമം, വിഭ്രാന്തി അവസാനിക്കുക എന്നൊരു തിരച്ചിലുണ്ട്. മരുന്ന് പൈത്യം പറ്റി പയൻ അരും എനക്കും പദം ഉറും അരുമരുന്ന് അരുൾവായ്. ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു പാട്ടാണ്. മനസ്സിന് പൈത്യമാണെന്നാണ്, ഡിസ്ട്രാക്ഷൻ. അപ്പോ ആ മരുന്ന് എനിക്ക് തരുമോ? മരുന്ന് എന്താണ്? ഏത് മരുന്നാണ് മനസ്സിനെ ശാന്തമാക്കുന്നത്, പ്രശാന്തമാക്കുന്നത്? ഇത് മരുന്നാണ്. ഈ അധ്യാത്മവിദ്യ മരുന്നാണ്, വേദാന്തം മരുന്നാണ്. യാതേ രുദ്ര ശിവ തനൂ ശിവ വിശ്വാഹ ഭേഷജീ. മംഗളമായ തനൂഹും, മംഗളമായ ശരീരം ഈശ്വരന്റെ എന്താണെന്ന് വെച്ചാൽ ഈ വേദാന്ത ശാസ്ത്രമാണ്, ആത്മവിദ്യയാണ്. വേദമാണ് അവന്റെ ശരീരം, ഉപനിഷത്താണ് അവന്റെ ശരീരം, ജ്ഞാനമാണ് അവന്റെ ശരീരം. അപ്പോ ആ ആ ജ്ഞാനത്തിനെ ആശ്രയിക്കാൻ ഒരാൾ തീരുമാനിക്കുമ്പോ അതിന് പക്വമായിരിക്കണം. വിത്ത് വീണ മുളയ്ക്കണമല്ലോ, അല്ലേ? ഈ അറിവ് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം.
ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല മനസ്സിന്. പരമവൈരാഗ്യം ഉണ്ടാവണം, വിവേകം ഉണ്ടാവണം, വിരക്തി ഉണ്ടാവണം. ഇതൊക്കെ രാമനിൽ കണ്ടു. രാജകുമാരനാണ് പറഞ്ഞു, ഈ രാജ്യഭരണം ഒരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് രാമന് തോന്നി. ഭരതൻ രാമൻ ഏട്ടൻ കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞതോടുകൂടെ രാമനെ അന്വേഷിച്ച് കാട്ടിലേക്ക് വരികയും, അദ്ഭുതമാണ് രാമായണം. എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഓരോരുത്തർക്കും 1-2 ദിവസങ്ങളുടെ ഗ്യാപ്പേ ഉള്ളൂ ജനനത്തില്. പക്ഷേ അവർക്കൊക്കെ ഏട്ടന്റെ അടുത്തുള്ള ഭക്തി ഉണ്ടല്ലോ, സൗഭ്രാതൃകം. ആ ഭക്തി അദ്ഭുതമാണ്. നമുക്ക് അങ്ങനെയൊക്കെ കുടുംബത്തിൽ കാണുന്നുണ്ടോ? അങ്ങോട്ട് ഇങ്ങോട്ട് അടി അല്ലേ, ഭാഗം പിരിച്ച് അവസാനം പഴയ കാലത്ത് പറയേ ഒരു ഒലയ്ക്ക മാത്രം ബാക്കി അത്രേ. അതാരെങ്കിലും നീ എടുത്തോ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ നടുവിൽ വെച്ച് കീറാൻ പറഞ്ഞു. ഒലയ്ക്ക 2 പേർക്കും പ്രയോജനമില്ല. അപ്പോ ഭരതന് കിട്ടിയ രാജ്യത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് രാമന്റെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ച് പറയാണ്, അങ്ങ് തിരിച്ചു വന്നു. ഭ്രാതുഹു ശിഷ്യസ്യ ദാസസ്യ പ്രസാദം കർത്തും അർഹസി. വളരെ വളരെ ഡീപ്ലി ടച്ചിങ് ആണ്. ആ കാല് പിടിച്ചുകൊണ്ട് പറയണത്, ഭരതൻ ഇങ്ങനെ അശാന്തമായ മനസ്സോടുകൂടെയാണ് വരുന്നത്. കാരണം എന്നെ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, എന്നെ കാരണം ഇങ്ങനെ സംഭവിച്ചു, കരഞ്ഞുകൊണ്ടേ വരികയാണ്. അങ്ങനെ വന്ന് ദൂരത്ത് ഭഗവാനെ കാണുന്നത് ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിലാണ്. എന്നുവെച്ചാൽ ഒരു വലത് കാല് ഇടത് കാൽ മുകളിൽ വെച്ചുകൊണ്ട് ചിന്മുദ്രയോടുകൂടെ ജടാമണ്ഡലധാരിണം ബ്രഹ്മാണമിവ ശാശ്വതം എന്നൊക്കെയാണ് ആ വർണ്ണന വാൽമീകിയുടെ. അങ്ങനെ ജടാമണ്ഡലധാരിണം ദദർശ കണ്ടു. അവിടെ ദദർശ ആരെ കണ്ടു എന്ന് വെച്ചാൽ ദദർശ ഭരതോ ഗുരും. ഏട്ടനെ കണ്ടു എന്നല്ല, സഹോദരനെ കണ്ടു അല്ല, ദദർശ ഭരതോ ഗുരു. അവിടെ ഗുരുവിനെ കണ്ടു. പാദാവപ്രാപ്യ രാമസ്യ പപാത ഭരതോ രുദൻ. ഈ കണ്ണിൽ കണ്ണീരെന്ന് പറയുമ്പോ ഉണ്ടല്ലോ, അവിടെ ഉള്ളത് ഇവിടെ കാണും. അതുപോലെ ആ കാല് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടു അത്രേ. അപ്പൊ പാദാവപ്രാപ്യ രാമസ്യ പപാത ഭരതോ രുദൻ. ഭരതൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീണു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഭരതന് വിസ്താരമായിട്ട് ഉപദേശിച്ചു, വൈരാഗ്യം ഉപദേശിച്ചു, ധർമ്മത്തിനെ ഉപദേശിച്ചു. ജ്ഞാനം ഉപദേശിച്ചില്ല. വാൽമീകി രാമായണത്തില് ജ്ഞാനമൊന്നും ഉപദേശിക്കുന്നില്ല, വൈരാഗ്യം ഉപദേശിച്ചു. ലോകം അശാശ്വതമാണ്. എത്ര വലിയ സാമ്രാജ്യങ്ങളൊക്കെ വന്നു, ഒന്നും ഇപ്പൊ ഇല്ല, ഒന്നും കാണാനില്ലാതായിരിക്കണം. എത്ര സാമ്രാജ്യങ്ങള് സർവേ ക്ഷയാന്താ നിചയഃ പതനാന്താഃ സമുച്ഛ്രയാഃ സംയോഗാ വിപ്രയോഗാന്താഃ മരണാന്തം ച ജീവിതം. ചേർത്തി വെച്ചതൊക്കെ ഒരു ദിവസം ഇല്ലാതാവും. ഇതൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. മരിച്ചു പോകുമ്പോ ഒരാൾ പറഞ്ഞു, ഞാന് കണ്ടേ ബദ്ധ്വാ നേഷ്യാമി യമസാധനം എന്ന്. കഴുത്തിൽ കെട്ടിക്കൊണ്ടു പോകുന്നതാണ് യമലോകത്തിലേക്ക്. അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോ ഇവിടെയൊക്കെ ക്ഷയിച്ചു പോകും. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പതിച്ചു പോകും, സാമ്രാജ്യങ്ങളൊക്കെ അസ്തമിച്ചു പോകും. അതുകൊണ്ട് ധർമ്മമാണ് ശാശ്വതമെന്ന് ഉപദേശിച്ചു. രാമന്റെ ആ സമസ്ഥിതി, സ്ഥിതപ്രജ്ഞത ഇളക്കാനായിട്ട് പലരും ശ്രമിച്ചു. ഗുരുവായ വസിഷ്ഠൻ, ഉപദേശിച്ച വസിഷ്ഠൻ ശ്രമിച്ചും ഇളകിയില്ല. ഒരു രസികനായ ഒരു പുരോഹിതൻ ജാബാലി,
അദ്ദേഹം കുറെ നാസ്തികവാദം പറഞ്ഞു. മലയാളിയായിരിക്കുമോ? അദ്ദേഹം കുറെ പറഞ്ഞു, യുക്തിവാദമൊക്കെ പറഞ്ഞു. എന്ത് സാമ്രാജ്യം, എന്ത് രാജ്യം, ഇതൊക്കെ ഈ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഈ ബ്രാഹ്മണരുണ്ടല്ലോ, അവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാതെ സ്വാർത്ഥത്തിന് വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. വേദമാണെന്നും ശാസ്ത്രമാണെന്നും ധർമ്മം ചെയ്യൂ, ധർമ്മം അനുഷ്ഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ ബ്രാഹ്മണർ അവരുടെ സ്വാർത്ഥം സാധിക്കാൻ വേണ്ടി സാധിച്ചതാണ്. അതുകൊണ്ട് യഥാസൗകര്യം നമ്മൾ ധർമ്മം പറഞ്ഞാൽ വല്ല ഫലം ഉണ്ടെങ്കിൽ ധർമ്മം പറയണം, ഇല്ലെങ്കിൽ അധർമ്മത്തിന്റെ കൂട്ടിൽ നിന്നോളണം. എവിടെ നിന്നാലാണോ കാര്യം നടക്കുക അതാണ് സാമർത്ഥ്യശാലിയുടെ ലക്ഷണം എന്നൊക്കെ ജാബാലി പറഞ്ഞു. ഇത് കേട്ടപ്പോ ഭഗവാന് വല്ലാതെ ക്രോധം വന്നു. രാമന് കോപം വരും. കോപം വന്നിട്ട് പറയാം, ആദ്യമായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ ദശരഥനെ നിന്ദിക്കുകയാണ്. അങ്ങേപോലെ ഒരാളെ ആ സഭയിൽ ഇരുത്തിയല്ലോ, അതിനായിട്ട് ഞാൻ നിന്ദിക്കുകയാണ്. അങ്ങ് അദ്ദേഹം ക്ഷത്രിയ ധർമ്മത്തിനെ പറഞ്ഞു, എങ്ങനെയെങ്കിലുമൊക്കെ രാജ്യം സമ്പാദിക്കണം, ഈ രാജ്യം എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കണം. ആർക്ക് കിട്ടും ഇങ്ങനൊരു സാമ്രാജ്യം? അതുകൊണ്ട് സൗകര്യമായി കിട്ടിയ സാമ്രാജ്യത്തിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ രാമൻ പറഞ്ഞു, ഈ പറഞ്ഞതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ഷത്രിയ ധർമ്മത്തിനെ ഉപേക്ഷിക്കുന്നു. ഈ ഘോരമായ ക്ഷത്രിയം ധർമ്മം എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്സ്, ഐ ഡോണ്ട് വാണ്ട് ദിസ് പൊളിറ്റിക്സ്. എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വലിയ ആളാവണ്ടാണ്, എനിക്ക് രാജ്യപരിപാലനം വേണ്ട, ഞാൻ വനവാസത്തിലിരിക്കാൻ പോവാണ്, ത്യക്ഷാമി. അപ്പോഴേക്കും വസിഷ്ഠനൊക്കെ വന്ന് ഒരുമാതിരി ശരിയാക്കിയിട്ട് പറഞ്ഞു, ജാബാലിരപിജാനീതേ ലോകസ്യാസ്യ ഗതാഗതിം. ജാബാലിക്കും എല്ലാം അറിയും, ധർമ്മം അറിയുന്ന ആളാണ്. എന്ത് പ്രയോഗിച്ചാലാണ് അങ്ങേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നൊന്ന് നോക്കിയതാണ്, ഒരു സാമർത്ഥ്യം നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അവിടെ ഭരത ഉപദേശം ചെയ്യുമ്പോൾ ഭരതൻ രാമന്റെ ആ സമസ്ഥിതി കാണുമ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് രാമന്റെ അടുത്ത് ഇത്രയധികം ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതിന് ഒരു ശ്ലോകമാണ് അതില് ലക്ഷണം. രാമായണത്തിന്റെ മുഴുവൻ സാരതമമായ രാമായണത്തിനെ, വാൽമീകി രാമായണത്തിനെ കടഞ്ഞെടുത്താൽ ആ ഒരു ശ്ലോകം ബാക്കി നിൽക്കും. വേദാന്ത ശാസ്ത്രത്തിന്റെ സാരതമമായ ശ്ലോകം. ഭരതൻ പറയാണ്, അങ്ങയെ പോലെ ആരുണ്ടാവും എന്നാണ്. യാദൃശഃ ത്വം താദൃശഃ കഃ സ്യാത്. സുഖദുഃഖാദികൾ അങ്ങയെ ബാധിക്കില്ല, രാഗദ്വേഷങ്ങൾ അങ്ങയെ ബാധിക്കില്ല, ലോകത്തിലുള്ള ദുഃഖങ്ങളൊന്നും അങ്ങയെ ബാധിക്കില്ല. ഋഷികളൊക്കെ അങ്ങയെ കണ്ട് ആരാധിക്കുന്നു, നിസ്സംഗനാണങ്ങ്. അതുമാത്രമല്ല, യഥാമൃതഃ തഥാ ജീവൻ, യഥാ സതി തഥാ സതി, യസ്യൈഷ ബുദ്ധിലാഭ സ്യാത് പരിതപ്യേത കേന സഹ. ഒരു സാരതമമായ ശ്ലോകം ഇതാണ്. യഥാ മൃതഃ തഥാ ജീവൻ. മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ഈ ലോകത്തിലുള്ളതൊന്നും ബാധിക്കില്ല, ജീവിച്ചിരിക്കുമ്പോൾ ബാധിക്കും. ഛാന്തോഗ്യ ഉപനിഷത്തില് പ്രജാപതിയുടെ ഉപദേശം വളരെ അതിൻ്റെ അവസാന കാര്യമാണിത്. നഹി സശരീരസ്യ സതഃ പ്രിയാപ്രിയയോഹോ അപഹതിരസ്തി അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ. ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ പലയിടത്തും ഇതെടുത്ത് ഇങ്ങനെ ഉദ്ധരിക്കും. അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ. ശരീരം ഇല്ലാത്തവനെ പ്രിയം അപ്രിയമൊന്നും സ്പർശിക്കില്ല. അപ്പൊ ഭാഷ്യകാരൻ പറഞ്ഞു, എങ്ങനെ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ അശരീരത്വം സിദ്ധിക്കും? മരിച്ചാലല്ലേ അശരീരത്വം സിദ്ധിക്കുള്ളൂ. അപ്പോൾ ഒരു വലിയ കാര്യം പറഞ്ഞു. വേദാന്തത്തിന്റെ ഏറ്റവും ഉയർന്ന ആശയം ഇതാണ് വിശിഷ്ടാദ്വൈത ദ്വൈത സമ്പ്രദായക്കാർക്കൊന്നും ഈ കാര്യം പിടികിട്ടിയില്ല. അവരതുകൊണ്ട് ഇത് സമ്മതിച്ചില്ല. ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞു, അജ്ഞാനകൽപ്പിതം മാത്രമാണ് സശരീരത്വം. ഒന്ന് നോക്കൂ, ഈ ആശയം വെറുതെ ഒന്ന് കേൾക്കുക. നമ്മളുടെ എല്ലാ പ്രശ്നവും ശരീരത്തിന്റെ ആണല്ലോ അല്ലെ? പേടിക്കണതൊക്കെ ശരീരത്തിന്റെ ആണ്.
അപ്പൊ ഈ ശരീരത്തിനെ എങ്ങനെയാ നമ്മൾ വെച്ചുകൊണ്ട് ജീവിക്കുക? അതിനാണ് ഇത്രയും പഠിപ്പും ആസ്പത്രിയും സ്കൂളും എല്ലാം. എന്തിനാന്ന് വെച്ചാൽ ഈ ദേഹത്തിനെ അങ്ങനെ ശാശ്വതമായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നാണ് നോക്കണത്. എന്നാൽ നമുക്ക് തന്നെ അറിയാൻ നിൽക്കില്ല എന്ന് സുരേശ്വരാചാര്യർ പറഞ്ഞു. മൂക്കിന്റെ തുമ്പത്ത് ഒരു നെല്ലിക്കയെ ബാലൻസ് ചെയ്യണ പോലെയാണെന്നാണ്. അത് എപ്പോൾ വേണമെങ്കിൽ വീഴും, നമുക്കറിയാം. എന്നാലും എത്ര നേരം ബാലൻസ് ചെയ്ത് പിടിച്ചു നിർത്താൻ പറ്റും? ആ നെല്ലിക്ക വീഴാതിരിക്കാനുള്ള സപ്പോർട്ടാണ് നമ്മളുടെ എൻറ്റയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം, മെഡിക്കൽ സിസ്റ്റം എല്ലാം. എന്തിനാണെന്ന് വെച്ചാൽ ഈ നെല്ലിക്കയെ വീഴാതെ നോക്കുക ആവുന്നത്ര. അപ്പോഴും ആ നെല്ലിക്ക വാടി ചുരുങ്ങിപ്പോയി വീഴും അവസാനം. അപ്പോ ഇങ്ങനെ ഇവിടെ ഒരു കാര്യം ശങ്കരാചാര്യർ പറയണു. സ്വപ്നത്തിൽ എങ്ങനെ ശരീരം തോന്നുമ്പോ ആ ശരീരത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ എന്താ പരിഹാരം? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ ആ ശരീരവുമില്ല, അതിന്റെ പ്രോബ്ലംസും ഇല്ല. അതേപോലെ തന്നെ ഈ ജാഗ്രതത്തിലുള്ള ഈ ശരീരവും ഈ ജാഗ്രത എന്ന് പറയുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ സ്പർശിക്കില്ല. അതിങ്ങനെ ഉണരും? അതാണ് എങ്ങനെ ഉണരുന്നതാണ്. ഈ ജാഗ്രത എന്ന് പറയുന്ന ഒരു ദീർഘസ്വപ്നമിമം വിദ്ധി ദീർഘം വാ ചിത്തവിഭ്രമം, ഒരു ലോങ് ഡ്യൂറേഷൻ ഡ്രീം അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഇമാജിനേഷൻ, ഡെലൂഷൻ, ഇല്ലൂഷൻ. ഇതിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞവന് ഈ ശരീരത്തിന്റെ സുഖദുഃഖാദികൾ, വേദനകൾ ഒരു അദ്ഭുതമായ രീതിയിൽ അവനെ ബാധിക്കണില്ല. നോക്കണം, ഇത് നല്ലവണ്ണം അറിഞ്ഞോളണം. ഇതിനെ നിഷേധിക്കാനും പാടില്ല, വെറുതെ ഇമോഷണലായിട്ട് ഇതിനെ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ജീവൻ മുക്തി എന്ന് വേദാന്തം പറയണം. ഇതുണ്ട് എന്ന് വേദാന്തം ശഠിക്കുന്നു. എന്ന് വെച്ചാൽ അദ്വൈത വേദാന്തം ഇങ്ങനൊരവസ്ഥ. പക്ഷേ നമ്മൾ ജ്ഞാനികളുടെ ഒക്കെ ജീവിതം കാണുമ്പോൾ അവർക്കും ഉണ്ട് വിഷമുണ്ട്, അവരും നമ്മളെ പോലെ വേദനിക്കുന്നുണ്ട്, അവർക്കും പലവിധ വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഒക്കെ കാണും നമ്മൾ. അപ്പൊ നമുക്ക് സംശയം തോന്നും, ഇത് വാസ്തവത്തിലുണ്ടോ? അപ്പോ ഒരു ഉത്തരവും പറയും എല്ലാവരും. എന്താന്ന് വെച്ചാൽ പ്രാരബ്ധമാണ്. പ്രാരബ്ധം ജ്ഞാനികൾക്കുണ്ട്, അവർക്ക് ആഗാമി സഞ്ചിത ഇല്ല, അവർക്ക് ഇനിയൊരു ജന്മമില്ല, ഈ ജന്മത്തോടു കൂടെ കഴിഞ്ഞു, ആ പ്രാരബ്ധമാണ് എന്ന് പറയും. അപ്പോഴും ഇൻഇഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ദുഃഖമുണ്ട്, പെയിൻ ഉണ്ട്. പക്ഷെ വേദാന്തത്തിന്റെ സാഠ്യം എന്താന്ന് വെച്ചാൽ ഇല്ല എന്നാണ്. ഇല്ല എന്നാണ്. ഒരു പല്ലി അതിന്റെ വാല് മുറിഞ്ഞു പോയാൽ ആ വാലിങ്ങനെ കിടന്ന് പടയും. കണ്ടിട്ടുണ്ടോ? ഈ പല്ലി തിരിഞ്ഞ് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ വാല് കിടന്നിങ്ങനെ പടയ്ക്കുന്നതിനെ പല്ലി നോക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് ഒരു ജീവൻ മുക്തൻ. അവന്റെ ശരീരം വേദന കൊണ്ട് വിഷമിക്കുകയോ പ്രശ്നം, അവന്റെ തന്നെ വ്യക്തിത്വത്തിന് അവൻ സാക്ഷിയാണ്. പശ്യതി അന്യ ശരീരവത്. ഒരു വിധത്തില് രണ്ട് സമ്പ്രദായമുണ്ട് വേദാന്തത്തിൽ. ശ്രവണം, മനനം, നിധിധ്യാസനം, സാധനം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വിവേകം, വൈരാഗ്യമൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ഒരു വലിയ കലാപരിപാടി പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ജ്ഞാനം നേടാം. സന്യാസം അങ്ങനെയുണ്ട്. ചില സാഠ്യം ശങ്കരാചാര്യ സമ്പ്രദായത്തിൽ അതൊരു വിധത്തിൽ പറഞ്ഞാൽ സാഠ്യമാണ് സന്യാസം. എന്താന്ന് വെച്ചാൽ അവര് ആലോചിക്കുന്ന ഈ നോൺസെൻസ് ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ജ്ഞാനിയായിട്ട് ഇരിക്കും. അപ്പൊ അത് യോഗവാസിഷ്ടത്തിൽ അങ്ങനെയല്ല. എല്ലാവരും ഒരു രാക്ഷസി ജ്ഞാനിയാവും, രാജാവ് ജ്ഞാനിയാവും, കുടുംബത്തിലിരിക്കുന്ന സ്ത്രീ, എല്ലാവർക്കും ഏത് സ്ഥിതിയിലും ജ്ഞാനം വരും. ഗൃഹസ്ഥസ്യ അഥവാ യതേഹേ, എല്ലാവർക്കും സാധ്യമാണെന്നാണ് വാസിഷ്ഠത്തിന്റെ പ്രക്രിയ. അങ്ങനെയാണ്. അഷ്ടാവക്ര സംഹിത അതുപോലെയാണ്. ഇപ്പൊ വേണോ? ഇപ്പൊ വിവേക, വൈരാഗ്യ, ശമതമാദികളൊക്കെ കൾട്ടിവേറ്റ് ചെയ്തൊന്ന് റെഡിയാണോ? ശ്രവിക്കാൻ റെഡിയാണോ? ഇപ്പൊ ശ്രവണം ചെയ്യണോ? യതി ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യ തിഷ്ടസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. ഇപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ഈ ദേഹം ഞാനല്ല
എന്ന് തീരുമാനിച്ച് അതിൽ നിന്നും സ്വയം പിരിച്ച് അതിന് സാക്ഷിയായിട്ടിരിക്കുന്ന ചൈതന്യത്തിൽ, ചിത്തില് വിശ്രമിക്കാൻ സാധിക്കുമെങ്കിൽ, ഇഫ് യു ക്യാൻ റെസ്റ്റ് ഇൻ യുവർ റിയൽ നേച്ചർ നൗ ഹിയർ, separating yourself, distancing yourself from the body, here and now you are free. Yadi deham prithakritya chiti vishramya tishtasi adhunaiva sukhi shanto bandhamukto bhavishyasi. കേൾക്കാൻ നല്ല സുഖമാണ് അല്ലേ? മുക്താഭിമാനി മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യപി. ഞാൻ മുക്തനാണെന്ന് ഒരാൾ തീരുമാനിച്ചു മുക്തനാണെന്നാണ്. കാരണം അതാണ് പരമാർത്ഥം. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അങ്ങനെ തീരുമാനിക്കാൻ സമ്മതിക്കണില്ല എന്നുള്ളതാണ് കുഴപ്പം. തീരുമാനിച്ചോ നിങ്ങൾ മുക്തരാണ്. ഞാൻ ബദ്ധനാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ബദ്ധനാണ്. ഇതാണ് പരമാർത്ഥം. ഇതിന് ചിലപ്പോ സിമ്പിളായിട്ടുള്ള സത്യം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ കോംപ്ലക്സ് ആണ്. കാര്യം സിമ്പിളാണ്, നമ്മൾ ജടിലമാണ്. നമ്മൾക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റു കാര്യങ്ങളുണ്ട്, പലതുണ്ട്. കുറച്ചൊക്കെ ഇനി അവിദ്യ വേണം ഇല്ലേ? ഈ സ്വപ്നത്തിൽ നിന്നൊന്നും പുണരാൻ റെഡിയല്ല. ഭ്രമം വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭ്രാന്ത് മൂത്തിട്ടേ അവർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ളവർക്കൊക്കെയാണോ കുഴപ്പമെന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെയാണ് കുഴപ്പമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ നോക്കും? അപ്പൊ എന്തായാലും ഈ വിവേക വൈരാഗ്യാദികളൊക്കെ വന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞവന് മരിച്ചു കഴിഞ്ഞ ആൾക്ക് അയാളുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കാത്തതുപോലെ ജീവിച്ചിരിക്കുമ്പോഴും ബാധിക്കില്ല. ഇതൊരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ. മനസ്സിലാക്കണവർ മനസ്സിലാക്കിക്കൊള്ളാം. ഇതിപ്പോ ഒരു സമാധി, ഒരു ട്രാൻസ് ആണോ? അങ്ങനെയാണെങ്കിൽ അത് ശാശ്വതമായിട്ട് നിൽക്കില്ല. കാരണം ആ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അഫക്റ്റഡ് ആവില്ല. ഒരു സ്റ്റേറ്റിലും ശാശ്വതമായിട്ട് ഇരിക്കാൻ പറ്റില്ല. വീണ്ടും ചുവട്ടിലേക്ക് വരും, വ്യവഹരിക്കുമ്പോൾ ചുവട്ടിൽ വരും. ഇപ്പൊ വെളിച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻഡ് എന്നാണ് അർത്ഥം. അല്ല, വെളിച്ചമുള്ള വെളിച്ചത്തിൽ നിൽക്കുന്ന എൻലൈറ്റൻമെന്റിന് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് വെളിച്ചപ്പാട്. നമുക്ക് കൊടുങ്ങല്ലൂർ ഭരണിയായിട്ട് കണക്ട് ആയതുകൊണ്ട് പോയി. അത് ആ വാളുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെട്ടുമൊക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോ അവരൊന്നും ബാധിക്കില്ല. എന്താന്ന് വെച്ചാല് ആ സമയത്തേക്ക്. അപ്പൊ അതൊരു മെന്റൽ സ്റ്റേറ്റ് ആണെങ്കിൽ കുറച്ചു നേരം നിൽക്കും, അത് കഴിഞ്ഞാൽ പോകും. ഇവിടെ രാമനെ കുറിച്ച് ഭരതൻ, അപ്പൊ ഭരതൻ എത്ര വലിയ ജ്ഞാനിയായിരിക്കണം. ഭരതൻ പറയണത് യസ്യ ഈശ ബുദ്ധിലാഭ സ്യാത്, അവസ്ഥാലാഭമല്ല ബുദ്ധിലാഭമാണെന്നാണ്. എന്ന് വെച്ചാൽ ശാശ്വതമായ പരമാർത്ഥമായ വസ്തുസ്ഥിതിയെ കണ്ട് അറിയണു, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ, ഇതാണ് എന്റെ സ്വരൂപം. ഇപ്പൊ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല, അത് കാണാനില്ല, എല്ലായിടത്തും തെരഞ്ഞു, ഇത് അവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്, അങ്ങനെ കണ്ടു. പിന്നെ പരിതപ്യേതകേന സഹ, അങ്ങനെയുള്ള ആള് പിന്നെ ദുഃഖിക്കോ, പിന്നെ വിഷമിക്കോ? അതുകൊണ്ട് അങ്ങക്ക് ദുഃഖമില്ല. രാമന്റെ അടുത്ത് ഭരതൻ പറയാണ് അവിടുത്തേക്ക് ദുഃഖമില്ല. യഥാ താർക്ഷ്യസ്യ, ശ്ലോകമൊക്കെ ഇവിടെ എടുത്തു നോക്കി. ഗരുഡൻ, ആകാശത്തിൽ പറക്കുന്ന ഗരുഡനെ ബാക്കിയുള്ള പക്ഷികളൊന്നും പുറത്ത് അടുത്തുകൂടെ പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ ഞങ്ങളെ കൊണ്ടൊന്നും അങ്ങയുടെ ഗതി അനുസരിക്കാനൊക്കില്ല എന്നൊക്കെ ഭരതൻ അപ്പൊ ഇങ്ങനെ ഒരു രാമനെ, ഒരു ഗുരുവിനെ, ഒരു ജീവൻ മുക്തനെ കണ്ടിട്ടാണ് ശുദ്ധഹൃദയന്മാരായ അനുജന്മാര് ശിഷ്യഭാവത്തോടുകൂടെ ഭക്തിയോട്, അതും ഒരു അപൂർവമാണ്. എല്ലാവരും അതുകൊണ്ടാണ് പറയണത് എല്ലാവരും ഭഗവാന്റെ അംശമാണ്. അവര് രാമൻ മാത്രമല്ല, എല്ലാവരും ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖ നിധനം കോസലേഷു ഋഷ്യശൃംഗേഷു. എന്താണ്? പുത്രീയാം ഇഷ്ടിമിഷ്ട്വാം ദദുഷി ദശരഥക്ഷ്മാവൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷു അപി തിസൃഷു സമം ജാത ഗർഭാസു ജാത. ഒന്നും ഒരു അധികമില്ല.
സമം ജാതഗർഭാസു ജാതഃ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാമന. നമുക്ക് നാലമ്പലം തൊഴാന്നുണ്ടല്ലോ കേരളത്തിലെ, അല്ലേ? നാലും വിഷ്ണുവാണ്. തൃപ്രയാറും സംഗമേശ്വരനും മൂഴിക്കുളവും പായ്മലും ഒക്കെ വിഷ്ണുവാണ്, ഒക്കെ നാരായണനാണ്. നാലും ചതുർഭുജമൂർത്തിയാണ്. അല്ലാതെ അമ്പും വില്ലും പിടിച്ചിട്ടൊന്നും അല്ലല്ലോ നിൽക്കണത്. അലങ്കരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ വിഷ്ണോരംശം. രാമന്റെ അടുത്ത് ദശരഥന് അത്ര പ്രിയം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ആ കെട്ടിപ്പിടിച്ച് ചുംബിച്ചൊക്കെ ചെയ്തു ദശരഥൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ സഹി വിഷ്ണു സനാതന. നോക്കൂ, രാമായണത്തിൽ വിഷ്ണുവായിട്ട് മാത്രമല്ല, കൂടുതലും പറഞ്ഞിരിക്കുന്നത് പരമേശ്വരനായിട്ടാണ്. വാൽമീകി കൃതാഭിഷേകസ്തുരരാജരാമഃ സീതാദ്വിതീയ സഹ ലക്ഷ്മണേന കൃതാഭിഷേകഃ തു അഗരാജപുത്ര്യാം രുദ്രസ്സ നന്ദീ ഭഗവാൻ ഇവേശഃ. ഗോദാവരി സ്നാനം കഴിച്ച് വരെയാണ്. അപ്പൊ വാൽമീകി വർണ്ണിക്കുകയാണ്, അഭിഷേകമൊക്കെ കഴിഞ്ഞ് ജടയൊക്കെ വിരിച്ചിട്ട് അങ്ങനെ ജ്വലിക്കുക അത്രേ സീതയോടുകൂടെ. സീതാദ്വിതീയ അങ്ങനെ പ്രകാശിക്കുകയാണ്. മുമ്പിൽ ലക്ഷ്മണൻ നടന്നു പോകുമ്പോ കൃതാഭിഷേകഃ തു അഗരാജപുത്ര്യ, ഹിമാലയപുത്രിയായ സീതാദേവിയോട് പാർവതീദേവിയോടുകൂടെ രുദ്രസ്സ നന്ദി ഭഗവാൻ ഇവ ഈശഃ. ഈശ്വരൻ നന്ദികേശ്വരനെ മുമ്പിൽ നടത്തിക്കൊണ്ട് നടന്നു വരുന്ന പോലെ. പല സ്ഥലത്തും അങ്ങനെയാണ്. പ്രാവ്യഥൻ വനദേവതാഹ, യുദ്ധത്തിനായി കയ്യില് കോദണ്ഡം എടുത്ത് നിൽക്കുമ്പോൾ പറയുന്നത് രുദ്രസ്യേവ ദക്ഷസ്യേവ ക്രതും ഹന്തും ഉദ്യതസ്യ പിനാകിനഃ. പിനാകപാണിയായ രുദ്രൻ. ഇങ്ങനെയൊക്കെയാണ് പരമേശ്വര സ്വരൂപമായിട്ട് ഒരുപാട് സ്ഥലത്ത് രാമനെ പറയുന്നു വാൽമീകി. അതുകൊണ്ട് ചില വൈഷ്ണവരുണ്ടല്ലോ, അവർ ഈ ശിവൻകോവിലേക്ക് പോയില്ല. അപ്പോ ശിവരാത്രി വരുമ്പോ എന്താന്ന് വെച്ചാൽ രാമനെ പൂജിക്കും. എന്താന്ന് വെച്ചാൽ ശിവാംശം രാമനിലുണ്ട്, ആ ശിവഭാവം ഉണ്ടെന്നുള്ളത് കൊണ്ട് രാമനെ പൂജിക്കും, അല്ലെങ്കിൽ നരസിംഹസ്വാമിയെ പൂജിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ആ അദ്വൈത ജീവൻ മുക്തിസ്ഥിതി, ജീവൻ മുക്തിസ്ഥിതി എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം അതിനെ അറിഞ്ഞ് ബുദ്ധിയിലുള്ള ഭ്രമം, അജ്ഞാനം, ആവരണം അങ്ങോട്ട് നീങ്ങി പ്രകാശാവരണ ക്ഷയ എന്നാണ് പതഞ്ജലി യോഗസൂത്രം. പ്രകാശത്തിനെ മറച്ചുകൊണ്ടിരിക്കുന്ന ആവരണം അങ്ങോട്ട് നീങ്ങി എന്നാണ്. ബഹിരകൽപ്പിതാവൃത്തി, പതഞ്ജലി ഇത് പറയണ്ട്. ബഹിരകൽപ്പിതാവൃത്തി മഹാവിദേഹാഹ, ദേഹമില്ലാതെ ജീവൻ മുക്തന്മാര് തതഃ പ്രകാശാവരണ ക്ഷയ, ആത്മാവിന്റെ പ്രകാശത്തിനെ, ജ്യോതിയെ മറയ്ക്കുന്ന ആവരണം അങ്ങോട്ട് പോയി, ജീവൻ മുക്തരായിട്ട് തീർന്നു എന്നർത്ഥം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവൻ മുക്തി രാമൻ എങ്ങനെ സിദ്ധിച്ചു എന്നാണ് ഭരദ്വാജൻ വാൽമീകിയോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് വാസിഷ്ഠത്തിലെ കഥ. വസിഷ്ഠൻ പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. വസിഷ്ഠോപദേശം ഈ അധ്യാത്മ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം ആവശ്യം കോൺഫിഡൻസ് ആണ്. വിവേകാനന്ദ സ്വാമികൾ പറയും, പല മഹാപുരുഷന്മാരുടെ ചരിത്രം എടുത്തു നോക്കൂ, അവരിലൊക്കെ കാണുന്ന ഒരു വൈഭവം അവർക്ക് ഉണ്ടായിരുന്ന ആത്മനിർഭരതയാണ്, സെൽഫ് റിലയൻസ്. അതാണ് നമ്മൾ സാത്വികമായ ശാസ്ത്രീയമായ പൗരുഷം എന്ന് നില പറഞ്ഞു. ആ പൗരുഷം ഈശ്വരാനുഗ്രഹമാണ്. പൗരുഷം കൃപ വേറെയല്ല, പൗരുഷം വേറെയല്ല. ഒരു
ഗുരുവിന്റെ അടുത്ത് ചെന്നു, ഒരു സത്സംഗത്തിലിരുന്നു, നമ്മളുടെ ഉള്ളില് ഈ പെട്രോളൊക്കെ ഫില്ലാവുന്ന പോലെ എന്തോ ഫില്ലായി. എന്താന്ന് വെച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോ നീ ജപം ചെയ്യണം, ധ്യാനം ചെയ്യണം, നല്ല ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണം, ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കണം. ആ ഫ്രീ വില്ലിന് ഒരു നല്ല ടേൺ ഉണ്ടായി. ഫ്രീ വിൽ ഉണ്ട് നമ്മളുടെ ഉള്ളില്. ഫ്രീ വിൽ നമ്മളുടെ വില്ലല്ലാതെ ദ വിൽ ടു ബിക്കം ഫ്രീ. അതാണ് ദ വിൽ ദാറ്റ് ഹെൽപ്സ് യു ടു ബിക്കം ഫ്രീ. ആ വില്ല് നമ്മളുടെ ഉള്ളിൽ, ആ ഇച്ഛാശക്തി, ധൃത്യാധാരയത്തെ മനഃപ്രാണേന്ദ്രിയ ക്രിയാഹ യോഗേന അവ്യഭിചാരിണ്യ ധൃതി സാ പാർത്ഥ സാത്വികി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, സാത്വികമായ വിൽ പവർ എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണനെയും ഒക്കെ തന്നെ കളക്ട് ചെയ്യാനുള്ള പവർ. നമ്മളുടെ പ്രാണൻ കൊച്ചുകുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ പ്രാണൻ അങ്ങനെ നിറഞ്ഞിരിക്കും, അടങ്ങിയിരിക്കാൻ ഒക്കില്ല. അത്രയും പ്രാണശക്തി, എനർജി ഉണ്ട്. വയസ്സാവും തോറും പ്രാണൻ ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച് ശോഷിച്ചു പോകും. അതുകൊണ്ട് എന്താ, സാധിക്കുന്നത്ര പ്രാണനെ സംഗ്രഹിക്കണം, പ്രാണനെ ഭക്ഷിക്കണം. അന്നം മാത്രം ഭക്ഷിച്ചാൽ പോരാ, പ്രാണൻ ഭക്ഷിക്കണം. പ്രാണൻ എത്ര അധികമാവോ അത്ര അധികം നമുക്ക് എനർജി, തപസ്സുണ്ടാവും. അപ്പൊ പ്രാണൻ, ഇപ്പൊ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഏകാന്തമായിട്ടിരിക്കുന്നതും മൗനത്തിലിരിക്കുന്നതും ഈ ജലരാശികളൊക്കെ പ്രാണനാണ്. നദീസ്നാനം ചെയ്യണം. നമ്മുടെ ശാസ്ത്രീയമായിട്ട് പറയും, ഒരു 1-2 മാസം മുങ്ങിക്കുളിച്ചിട്ടില്ലെങ്കിൽ അശുദ്ധമാണെന്നാണ്, പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറയും. അതൊക്കെ നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടി പറഞ്ഞു വെക്കുന്നതല്ല. കാരണം ജലം പ്രാണനാണ്. ആപോ പ്രാണോ വാ ആപഹ, അത് അബണ്ടന്റ് ആയിട്ട് നിറഞ്ഞു കിടക്കണം. നമ്മളിപ്പോ എന്തൊക്കെയോ ജലമാണ് കുടിക്കുന്നത് അല്ലേ, എന്താ പറയാ, അതിലൊക്കെ നമ്മൾ ശുദ്ധമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്യണു. അത് എന്താണോ എഫക്റ്റ് അതിൻ്റെ ഒന്നും അറിയില്ല. ഓരോരുത്തരും ഓരോന്നും പറയണം. ആകെ മൊത്തം എന്തെങ്കിലും കുടിക്കണമല്ലോ, അതൊക്കെ കുടിക്കുന്നു. മുമ്പൊക്കെ നമ്മൾ കിണറ്റിൽ നിന്ന് ജലം എടുത്ത് കുടിക്കുമ്പോൾ ആളുകൾ അതൊന്നും ചെയ്യാറില്ല. അതൊക്കെ ഇട്ടിട്ട് എന്തായാലും പറയാം, റിവേഴ്സ് ഓസ്മോസിസ്, അതൊക്കെ ചെയ്തിട്ടുള്ള വെള്ളമാണ് കുടിക്കണത്. അത് ചിലപ്പോൾ രുചിയൊന്നും കാണാനുമില്ല. നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും വന്ന് ഇത്തിരി കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു, ഇതാണല്ലോ വെള്ളം എന്ന് തോന്നും. അപ്പോഴാണ് തോന്നുന്നത് ഇത്രയും ദിവസം നമ്മൾ കുടിച്ചതൊന്നും വെള്ളമല്ല എന്ന് തോന്നും. അപ്പൊ പ്രാണനാണ് ജലം. അപ്പൊ നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോണ്ടല്ലോ, ഏതെങ്കിലും കുളത്തിന്റെ കരയിൽ പോയി കുറച്ചു നേരം മിണ്ടാതിരുന്നാൽ മതി. ഇതൊക്കെ ഒരു സീക്രട്ട് പറഞ്ഞു തരികയാണ്, വെറുതെ തരാണ് എടുത്തു. നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ കുളത്തിന്റെ കരയിലോ നദീതീരത്തിലോ സമുദ്രതീരത്തിലോ ഒക്കെ പോയി ഇരുന്നാൽ മതി. നല്ല ജലരാശിയില് അടുത്ത് പോയി ഇരുന്നാലുണ്ടല്ലോ, യു വിൽ ഗെറ്റ് എനർജൈസ്ഡ്, ഫിൽഡ്. ഉള്ളിൽ ഇങ്ങനെ പ്രാണൻ നിറയും. അല്ലെങ്കിൽ അഗ്നി, ശുദ്ധ പഞ്ചഭൂതങ്ങൾ. അതാണ് പ്രതിദിനം അഗ്നിയെ ഉപാസിക്കുന്നത്. നമ്മളിപ്പോൾ വിളക്ക് കൊടുത്ത് വെക്കണം. മുമ്പൊക്കെ നല്ലവണ്ണം അഗ്നി എന്തെങ്കിലുമൊക്കെ അഗ്നിയല്ല. അപ്പൊ ഔദുംബരീഭിസ്സമിദ്ഭിരഗ്നിം പരിചരേത്. അത്തിമരം കൊണ്ട്, പലാശം കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് അഗ്നി ആധാനം ചെയ്യുക. എന്നിട്ട് ആ അഗ്നിയുടെ അടുത്തിരിക്കുക. കുട്ടികളൊക്കെ, ബ്രഹ്മചാരികളൊക്കെ ആ സമിതാദാനം ചെയ്യുന്നവരെ അവരുടെ തേജസ് നമുക്ക് കാണാം. ആ അഗ്നിയെ ആദാനം ചെയ്ത് അഗ്നിയുടെ അടുത്തിരിക്കുക. സന്യാസികളും അതെ, വടക്കോട്ടൊക്കെ ചെല്ലുമ്പോൾ അവർ ധുനി എന്ന് പറയും. ധ്യാനിക്കാനിരിക്കുമ്പോൾ അഗ്നി ആദാനം ചെയ്ത് അഗ്നിയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ധ്യാനിക്കുക. അപ്പൊ ജലം, അഗ്നി, നല്ല മല, കാട്, വൃക്ഷങ്ങള്, വനം, ഈ അന്തരീക്ഷങ്ങളൊക്കെ പ്രാണനാണ്. അതേപോലെ നെഗറ്റീവായിട്ട് നമ്മുടെ പ്രാണനെ തിന്നുകളയുന്ന സാധനങ്ങളുണ്ട്. അതും നമുക്കറിയാം. ചില വ്യക്തികള്, ചില ഇമോഷൻസ്, ചില ഇവന്റ്, ചില ജഡപദാർത്ഥങ്ങള്, അതുമായിട്ട് സംഘം വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രാണനെ അത് തിന്നുകളയും. അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ അങ്ങനെ വാടി തളർന്നു പോയി ഒരു ഊർജവും ഇല്ലാതായിട്ട് തീരും. അപ്പൊ പ്രാണസങ്കലനം യോഗത്തിന്റെ വളരെ വളരെ അനുകൂലമായ ഒരു കാര്യമാണ്. തപസ് എന്ന് പറയുന്നത് തന്നെ പ്രാണൻ. ഇപ്പൊ മന്ത്രജപം, മന്ത്രം പ്രാണനാണ്.
മന്ത്രം പ്രാണനാണ്, ഗായത്രി പ്രാണനാണെന്നാണ് ശ്രുതിവാക്യം. അപ്പൊ ഗായത്രി, അതുകൊണ്ട് വ്യാഹൃതി ജപം ചെയ്യുമ്പോൾ, വ്യാഹൃതിയോടുകൂടെ ജപം ചെയ്യുമ്പോൾ തന്നെ പ്രാണായാമം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം മന്ത്രം പ്രാണനാണ്. പ്രാണായാമത്തിന്റെ ഫലം ഉണ്ടാവും അതിൽ. പ്രാണായാമമായിട്ട് ചെയ്യണമെന്നില്ല എന്നാണ്. അപ്പോ പ്രാണനെ ഭക്ഷിക്കുമ്പോഴാണ് എനർജൈസ്ഡ് ആവുന്നത്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എനർജൈസ്ഡ് ആവും അല്ലേ? നല്ല ചൂടൊക്കെ കഴിഞ്ഞിട്ട് നല്ല പച്ചവെള്ളം, നല്ല ശുദ്ധജലം അങ്ങനെ കുടിക്കുമ്പോൾ നല്ല എനർജൈസ്. ഇന്ന് തന്നെ പല ആളുകളും പറയണത് ക്ഷീണിച്ച് കഴിയുമ്പോൾ എന്താ ഡീഹൈഡ്രേഷൻ ആണ്, ഡീഹൈഡ്രേഷൻ. അതുപോലും നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കണം എന്ന് തന്നെ മനസ്സിലാവണം. വെള്ളം പോലും ആളുകൾ അറിഞ്ഞു കുടിക്കില്ല അല്ലേ? അപ്പൊ ഈ ജലത്തിനെ ഉപാസന ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ആചമനം ചെയ്യാം. അതൊക്കെ കുറച്ചായിട്ടാണ്. ജലത്തിനെ ഉപാസന ചെയ്യുക എന്ന് വെച്ചാൽ ജലത്തിന്റെ അടുത്തിരിക്കുക. അഗ്നിയെ ഉപാസന ചെയ്യുക, അഗ്നിയുടെ അടുത്തിരിക്കുക. പൃഥ്വിയെ ഉപാസന ചെയ്യാം. ശുദ്ധമായ പൃഥ്വി സ്പർശം പോലും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ആകാശത്തിന് ഉപാസന ചെയ്യാം. ഇതൊക്കെ കൊണ്ട് നമ്മളുടെ ഉള്ളില് പ്രാണൻ സംഭരിക്കപ്പെടും, പ്രാണൻ ഉള്ളിൽ നിറയും. അതാണ് പ്രാണായാമം. അല്ലാതെ പ്രാണായാമം ഘ്രാണപീഡനം എന്നാണ്, മൂക്കിനെ വളച്ചെടുക്കലല്ല, ഘ്രാണപീഡനമല്ല എന്നാണ്. പ്രാണനെ പലവിധ ആഹാര നിയമം കൊണ്ടും ജീവിതക്രമം കൊണ്ടും ഒക്കെ പ്രാണനെ സംഭരിക്കുകയാണ്. അതും വയസ്സാവും തോറും അത് വളരെ 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 ആവശ്യം വരും. ഉറങ്ങിയിട്ടില്ലെങ്കിൽ പ്രാണൻ നഷ്ടപ്പെടും. ഒരുപാട് ഉറങ്ങിയാൽ പ്രാണൻ നഷ്ടപ്പെടും. ഒരുപാട് സ്വപ്നം കണ്ടു കിടന്നാൽ പ്രാണൻ നഷ്ടപ്പെടും. ഉറക്കം വന്നിട്ടില്ലെങ്കിൽ നിശ്ചലമായിട്ട് എണീറ്റിരുന്നാൽ മതി, പ്രാണൻ സംഭരിക്കപ്പെടും. ഉറങ്ങിയില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. ചിന്തിക്കാതെ നിശ്ചലമായിട്ട് ഒരു ചെയറിലിരിക്കാം, ഒന്ന് കുറച്ചു നേരം ഇരുന്ന് നോക്കൂ. ചുമ്മാ എന്ന് പ്രാണൻ ഫില്ലാവും ഉള്ളിൽ. ഉറങ്ങാത്തതിൻ്റെ വിഷമമൊന്നും ഉണ്ടാവില്ല, ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഉറക്കം വന്നിട്ടില്ലെങ്കിൽ വേണ്ട, ഉറക്കം വേണ്ട. ഉറക്കത്തിനെയും ആശ്രയിക്കരുത്, ചിത്തവൃത്തികളെ ആശ്രയിക്കരുത്, ഉറക്കത്തിനെ ആശ്രയിക്കരുത്, കർമ്മത്തിനെ ആശ്രയിക്കരുത്, ശരീരത്തിനെ ആശ്രയിക്കരുത്. ഇതൊന്നുമില്ല. ന പ്രാണേന അപാനേന മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി യസ്മിന്നേതാവുപാശ്രിതവും. ഇതിനൊക്കെ അപ്പുറം ഇതിനെയൊക്കെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജമണ്ഡലമുണ്ട്. ആ ഊർജ്ജമണ്ഡലത്തിന് ഇത്തിരി ഒന്ന് വഴി വെച്ച് കൊടുത്താൽ നമ്മളുടെ ഉള്ളിലേക്ക് വരും. മുഖ്യപ്രാണൻ എന്ന് പറയുന്നു, അത് ഉള്ളിൽ നിറയും. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇപ്പൊ പറഞ്ഞു? എന്താണ്? അതെ, അത് രാമന്റെ കാര്യത്തിന് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോന്നാ പറയണേ, കണ്ടില്ലേ? ഓരോ ആളുകള് ഓരോന്നാണ് പറയണത്. അപ്പോ വസിഷ്ഠൻ ഇവിടെ ഉപദേശം ചെയ്യാൻ തുടങ്ങുമ്പോ ശാസ്ത്രീയമായ പൗരുഷം, അതാണ് നമ്മുടെ വിഷയം. ശാസ്ത്രീയമായ പൗരുഷം നമുക്ക് വേണം. ആ പൗരുഷം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. ഞാൻ എത്ര അലേർട്ടായിട്ടിരിക്കണോ കണ്ടോ? കാരണം എൻ്റെ അടുത്ത് പുസ്തകമുണ്ട്. അല്ലാതെ പറഞ്ഞ ഈ അലേർട്ട്നെസ് പോണതും പ്രാണന്റെ ശക്തി കുറവാണ്. മറന്നു പോണത് പ്രാണന്റെ ശക്തി കുറവാണ്. അലേർട്ട്നെസ് നമ്മൾക്ക് പോകുമ്പോൾ പ്രാണൻ കുറഞ്ഞു എന്നർത്ഥം. സർപ്പം പോലെ അലേർട്ടായിട്ടിരിക്കണം എന്നാണ്. അതിങ്ങനെ തൊടുമ്പഴിക്കാൻ പത്തി വിടർത്തുന്ന പോലെ പ്രാണന്റെ ശക്തി ഉള്ളില് ഉണ്ടാവണം. അപ്പോ ആബാല്യാദലമഭ്യസ്തൈഹി, ഇതാണ് ഇന്നലെ കണ്ട ഒരു ശ്ലോകം. ശാസ്ത്ര സത്സംഗമാദിഭിഹി, ഇത് കിട്ടിയാൽ വലിയ ഭാഗ്യം. കുട്ടികളെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ മുതൽ ശാസ്ത്രവും സത്സംഗവും ഒക്കെ ആയിട്ട് വളരാൻ സാധിക്കുമെങ്കിൽ അവർക്ക് സദ്ഗുണങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ വരുമെങ്കിൽ അവർക്ക് മോക്ഷമാർഗത്തിൽ പൗരുഷം തിരിഞ്ഞാൽ പെട്ടെന്ന് അവര് പരമാർത്ഥ ലാഭം അവർക്കുണ്ടാവും. അങ്ങനെയാണല്ലോ ശങ്കരാചാര്യരെ പോലെയൊക്കെ ഉള്ള ഒരു
അദ്ഭുതമായ പ്രതിഭകളൊക്കെ വരുന്നത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ ഈ സത്യത്തിലേക്ക് തിരിഞ്ഞു ഒരേ ദൃഷ്ടി പെട്ടെന്ന് അങ്ങനെ നേടിയെടുത്തു. ഇപ്പം നമ്മൾ അഷ്ടാവക്രന്റെ ഉപദേശമൊക്കെ പറഞ്ഞ പോലെയാണ് രമണ മഹർഷിയുടെ ഒക്കെ ജ്ഞാനം. ഇപ്പം ശങ്കരാചാര്യരുടെ കാര്യത്തിലൊക്കെ തന്നെയും അങ്ങനെയാണ്. ഇപ്പോൾ ബുദ്ധനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രയത്നിച്ച് പലവിധ സാധനകൾ, പലവിധ അനുഷ്ഠാനങ്ങൾ, പലവിധ സാധനങ്ങളൊക്കെ ചെയ്ത് ഇത് ശരിയല്ല, ഇത് തൃപ്തിയായില്ല, ഇത് തൃപ്തിയായില്ല, എല്ലാം തള്ളിക്കളഞ്ഞ് അവസാനം പല ഗുരുക്കന്മാരുടെ അടുത്തും ചെന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബുദ്ധൻ അവസാനം തീരുമാനിച്ച് ഇനി ഞാൻ ആ ബോധം നേടിയെടുക്കുന്നവരെ ഈ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അനങ്ങില്ല, ഇഹാസനെ ശുഷ്യതുമേ ശരീരം എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷെ ഇത്തരത്തിൽ പ്രയത്നമൊന്നും നമ്മുടെ രമണ മഹർഷിയിലും കാണാനില്ല, ശങ്കരാചാര്യരിലും കാണാനില്ല. മഹർഷിയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ എവിടെയോ പുറത്ത് അമ്പലത്തിലേക്ക് എവിടെയോ പോകുമ്പോൾ അവിടെ വെങ്കട്ടരാമൻ എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവർ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രമണ മഹർഷിയാണ്. ഇതാണ് വേദാന്തം. വേദാന്തം പറയുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം എന്നാണ്. നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അവസാനം മനസ്സിലായി. ഇപ്പൊ ബുദ്ധനും ഇത്രയൊക്കെ പല യത്നങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബുദ്ധൻ അവസാനം തോന്നിയത് തൻ്റെ അച്ഛൻ്റെ കൂടെ കൃഷിക്ക് കലപ്പയിടാനായിട്ട് പോകുന്ന സമയത്ത്, അച്ഛൻ രാജാവാണല്ലോ, അപ്പോൾ രാജാവൊന്ന് തുടങ്ങി കൊടുക്കണം കൃഷി തുടങ്ങാനായിട്ട്. അതിന് പോയപ്പോൾ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ അടുത്തുള്ള ഒരു ജംബു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നിശ്ചലമായിട്ട് ശാന്തമായിട്ട് ഇരുന്നു അത്രേ. അത് പെട്ടെന്ന് ഓർമ്മ വന്നു എന്നാണ്. ഇത്ര എളുപ്പമാണ് കാര്യം, ഇതിനു വേണ്ടിയിട്ടാണോ ഞാനിപ്പോൾ ഇത്രയൊക്കെ സർക്കസ് കാണിച്ചത് എന്ന് പറഞ്ഞ് ആ ഒരു യോഗത്തിലേക്ക്, ആ ഒരു ശമത്തിലേക്ക് പോയി എന്നാണ്. അപ്പോ ജ്ഞാനം വളരെ ലളിതമാണ്. നമ്മൾ അതിന് തയ്യാറാണെങ്കിൽ, നമ്മൾ അതിന് റെഡിയാവുകയാണെങ്കിൽ, നമ്മളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അതിന് അനുകൂലമാവുകയാണെങ്കിൽ വളരെ റെഡിയാണ്. ഇപ്പോ രാമന്റെ അടുത്ത് വസിഷ്ഠൻ ഈ കാര്യം പറഞ്ഞപ്പോൾ രാമൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളെ പോലെ തന്നെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും ഭഗവാൻ? എന്റെ പൂർവ്വവാസനകളെ എന്നെ എങ്ങനെയൊക്കെ വലിച്ചു കൊണ്ടുപോകണോ അതുപോലെയല്ലേ എനിക്ക് ചെയ്യാനൊക്കെയുള്ളൂ. പ്രാപ്തനം വാസനാജാലം നിയോജയതി മാം യഥാ തഥൈവ തിഷ്ഠാമി മുനേ കൃപണഃ കിം കരോമ്യഹം. രാമൻ പറയണത് ഞാൻ കൃപണനാണെന്നാണ്. കൃപണൻ എന്ന് വെച്ചാൽ ശക്തിയില്ല, എനിക്ക് സാധന ചെയ്യാനും ജ്ഞാനം നേടാനുമുള്ള ശക്തി എൻ്റെ അടുത്ത് വളരെ കുറവാണ്. ഇന്ദ്രിയ നിഗ്രഹം എനിക്കില്ല, മനസ്സടങ്ങുന്നില്ല, എനിക്ക് ധ്യാനം വരുന്നില്ല, ശാന്തി വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പഴയ വാസനകള്, പഴയ ജന്മത്തിൽ പൂർവ്വജന്മത്തിലുള്ള വാസനകൾ എന്നെ എങ്ങോട്ട് വലിച്ചോണ്ട് പോകണോ അങ്ങോട്ടൊക്കെ പോവാണ്. ഭഗവാനാണ് പറയണത്. നമുക്ക് സമാധാനമായി പാടാം. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഇങ്ങനെ. അപ്പോ ശ്രീരാമചന്ദ്രൻ പറയണു സമാധാനമായി, ധൃതിയൊന്നും കൂട്ടണ്ട. അപ്പോ പ്രാപ്തനം വാസനാജാലം നിയോജയതി മാം യഥാ, ഏതിലൊക്കെ എന്നെ നിയോഗം ചെയ്യുന്നു, തഥൈവ തിഷ്ഠാമി, ഞാൻ അതിലൊക്കെ പോയി ഇരിക്കുകയാണ്. കൃപണഃ, വളരെ വീക്കാണ് ഞാൻ. കൃപണൻ എന്ന് ഉപനിഷത്ത് പറയണത് ഈ ജനിച്ചിവിടെ ജ്ഞാനം നേടാതെ പോകുന്നവരൊക്കെ കൃപണന്മാരാണ്. ഇവിടെ ദുർബലൻ എന്നർത്ഥമെടുക്കുക. ദുർബലനാണ്, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ വസിഷ്ഠൻ പറയാണ് അത് തന്നെയാണ് ബലം രാമ എന്ന്. എന്നെ കൊണ്ട് പൂർവജന്മ വാസനകൾ വലിക്കുന്ന വശത്തേക്ക് പോകാൻ പറ്റുന്നു. അപ്പൊ എന്താ? വാസനയാണ് സീക്രട്ട്. അപ്പോ അത് എങ്ങനെ ബലമായിട്ടിരിക്കുന്നു അതുപോലെ ഈ വാസന, ഈ അധ്യാത്മ വാസനയെ ഇനി പഴയ വാസനകളോട് ശണ്ടൊന്നും കൂടണ്ട. ഇത്തിരി ചളിവെള്ളം ഉണ്ടെങ്കിൽ ആ ചളിവെള്ളത്തിന് എടുത്തു കളയാം, അല്ലെങ്കിലോ ശുദ്ധജലം ധാരാളം ഒഴിച്ചാൽ കുറെ കഴിയുമ്പോൾ ആ ചളിവെള്ളം ഇല്ലാതായിട്ട് തീരും. അപ്പൊ നല്ല വാസനകളെ അങ്ങോട്ട് ശേഖരിക്കുക. അതയേവ ഹി ഹേ രാമ ശ്രേയഃ പ്രാപ്നോഷി ശാശ്വതം സ്വപ്രയത്നോപനീതേന പൗരുഷേണൈവ നാന്യഥാ. മുമ്പ് നീ എന്തൊക്കെയോ ചെയ്തു, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, ഇതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞു. അതുപോലെയൊക്കെ നടന്ന് ആ വാസനകളൊക്കെ ശേഖരിച്ചു. പല കാര്യങ്ങളും കണ്ടു, പല കാര്യങ്ങളും ചെയ്തു, കുറെ വേണ്ടാത്തരങ്ങളൊക്കെ ഉള്ളിൽ കയറി.
ഇപ്പൊ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയണം ഇല്ലേ? ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പൗരുഷത്തോടുകൂടെ ഹേ രാമ ശാശ്വതമായ ശ്രേയസ് നേടാൻ സാധിക്കും. എങ്ങനെ? സ്വപ്രയത്നോപനീതേന. നിനക്ക് കിട്ടിയിട്ടുള്ള ഒരു കുറച്ച് എനർജി ഉണ്ടല്ലോ, ആ എനർജി വെച്ചുകൊണ്ട് തുടക്കം. ഇത്രയും പറ്റും. അത്രയും രാമകൃഷ്ണ പരമഹംസ ഒരു ദൃഷ്ടാന്തം പറയും. ഒരാള് രാത്രി ഇവിടുന്ന് എനിക്ക് 10 കിലോമീറ്റർ ദൂരം ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരേ ഇരുട്ട്, ഞാൻ എങ്ങനെ പോകും? അപ്പൊ ആ വീട്ടുകാരൻ ഒരു റാന്തൽ വിളക്ക് കൊടുത്തു. ഈ വിളക്കും എടുത്തുകൊണ്ട് പോയിക്കൊള്ളുന്നു. കുറെ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവനോട് ചോദിച്ചു, എന്തേ പോവാത്ത? അല്ല, ഈ വെളിച്ചം ഇത്ര ദൂരെ കാണുള്ളൂ, എനിക്ക് 10 കിലോമീറ്റർ ഉണ്ട്. ഡോ, താൻ നടക്കൂ, എത്ര ദൂരം ചെല്ലണോ അവിടുന്ന് അങ്ങടേക്ക് വെളിച്ചം കാണും, അവിടുന്ന് അങ്ങടേക്ക് വെളിച്ചം കാണും. ഇതാണ് നിയമം. അതുപോലെയാണ് നമ്മളുടെ ജീവിതവും. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുക. എല്ലാവർക്കും അറിയാം നമ്മൾ വീക്കാണെന്ന്, പക്ഷെ ആ വീക്ക്നെസ്സിനെ ന്യായീകരിച്ചിട്ട് എന്ത് കാര്യം? സാധില്ലേ? ഒരു കഥ പറയേ. 2 തവളകൾ ഒരു ദിവസം ഒരു തൈര് കുടത്തിൽ വീണു. ഒരു ഞായറാഴ്ച ഒരു തൈര് കടയില് തൈര് കുടത്തിൽ 2 തവളകൾ വീണു. അവര് ബഹളം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ചാടി നോക്കി, കുടത്തിന്റെ വായ ഉയരത്തിലാണ്, എത്തണില്ല. ഇവര് കുറേ നേരം കൈയും കാലും ഇട്ട് അടിച്ചു നോക്കി, ഒരു രക്ഷയില്, ചാടാൻ പറ്റണില്ല. തൈരാണല്ലോ. ഒരു തവള പറഞ്ഞു, വിധിയാണ് ജീവിതം, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിതാ ഉപേക്ഷിക്കാൻ പോവാണ്. മറ്റേ തവള പറഞ്ഞു, അരുത്, നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. ഈ തവള പറഞ്ഞു, വളരെ ഇന്റലിജന്റ്, ക്ലവർ. ഈ തവള പറഞ്ഞു, എങ്ങനെ രക്ഷപ്പെടും? ഇന്ന് റംസാനാണ്, ആരും വരില്ല. നാളെയും ചിലപ്പോൾ ലീവായിരിക്കാം. മറ്റന്നാള് ഞായറാഴ്ച. 3 ദിവസം കഴിഞ്ഞിട്ടേ ആരും വരുള്ളൂ. നമ്മളെ ആര് പിടിച്ച് വെളിയിലാക്കും? റംസാനല്ലേ, എന്തോ ആണെന്നറിയാം എനിക്കവിടെ. അപ്പൊ മറ്റേ തവള പറഞ്ഞു, എനിക്കതൊന്നും അറിയില്ല, ഞാൻ എന്നെ കൊണ്ടാവുന്നത്ര കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഈ 2 തവളകളും, ഒരാള് വിധിയെ പറഞ്ഞുകൊണ്ട് ഒരാള് യത്നം ചെയ്തുകൊണ്ടിരുന്നു. മറ്റേ തവള അങ്ങനെ മുങ്ങിപ്പോയി അവസാനം വയ്യാതായിട്ട്. ഈ തവള തൻ്റെ അല്പാൽപ്പം ശക്തി വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ടേയിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ തൈര് കടഞ്ഞ് ഒരു വെണ്ണ ഇങ്ങോട്ട് വന്നു. അപ്പൊ അത് ആ വെണ്ണയുടെ മുകളിൽ കയറി എങ്ങനെയിരുന്നു. അടുത്ത ദിവസം രാവിലെ ആളുകൾ നോക്കുമ്പോണ്ട് ഒരു വെണ്ണയും ആ വെണ്ണയുടെ മുകളിൽ ഒരു തവളയും. അതിനെടുത്ത് പുറത്തിട്ടു, അത് രക്ഷപ്പെട്ടു പോയി. ഈ വെണ്ണ വരും എന്ന് തവളയ്ക്കും അറിയില്ല. അത് അതിനെ കൊണ്ടാവുന്ന രീതിയിൽ കൈയും കാലിട്ട് അടിച്ചുകൊണ്ടിരുന്നു. വെണ്ണ വരിക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ എഫർട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ സപ്പോർട്ട്, പ്രകൃതിയുടെ നിയമമാണ്. അതിനെയാണ് നമ്മൾ കൃപ എന്ന് പറയുന്നത്. അത് വെണ്ണ വന്നാൽ ഞാൻ രക്ഷപ്പെടും, അതുകൊണ്ട് വെണ്ണ വരൂ എന്ന് വിളിച്ചാൽ വെണ്ണയൊന്നും വരില്ല. തൻ്റെ അവസാന ശക്തി ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ തനിക്ക് ശ്രേയസ്സിന്, മംഗളത്തിനുള്ള വഴിയിൽ കുറച്ചായിട്ട് യത്നം ചെയ്യാം. അതയേവ ഹി ഹേ രാമ ശ്രേയഃ പ്രാപ്നോഷി ശാശ്വതം സ്വപ്രയത്നോപനീതേന പൗരുഷേണൈവ നാന്യഥാ. സ്വന്തം പ്രയത്നം കൊണ്ട്, വിൽ പവർ കൊണ്ട് തനിക്ക് താനെ ഇത്തിരി ഹിതം ചെയ്യണം. എൻ്റെ ലൈഫ് ഇത്തിരി സമാധാനമാവണം, മംഗളമാവണം എന്ന് തീരുമാനിച്ച് അതിന് വേണ്ടിയ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. സ്വപ്രയത്ന ഉപനീതേന, തൻ്റെ പ്രയത്നം, തൻ്റെ സെൽഫ് എഫേർട്ട് അതുകൊണ്ട് നേടിയെടുക്കണം ഈ ശാന്തി എന്ന് പറഞ്ഞ് ഒന്നും കൂടെ പറയാണ്. വാസനകൾ എന്ന് പറഞ്ഞല്ലോ, 2 വിധത്തിലാണ് വാസന.
ഒന്ന് ശുദ്ധം, ഒന്ന് അശുദ്ധം. ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസന സരിത്. ചിലപ്പോ മനസ്സ് ശുഭമായ വാസനയിൽ പോകും. ഇന്ന് സത്സംഗത്തിൽ പോകണം, അല്ലെങ്കിൽ ധ്യാനം ചെയ്യണം, വടക്കനാഥനെ ചെന്ന് തൊഴുതിട്ട് വരണം, ഏകാന്തമായിട്ട് ഇരുന്ന് ധ്യാനിക്കണം, ജപം ചെയ്യണം, നല്ല ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം ഒക്കെ തോന്നും. ചില സമയത്ത് നമ്മൾ അശ്രദ്ധയായിട്ടിരിക്കുമ്പോൾ അശുഭവാസന പൊന്തി വന്ന് നമ്മളെ കൊണ്ടുപോയി ഏതെങ്കിലും അപകടത്തിൽ ചാടിക്കും. ഇത് രണ്ടും മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് നദി പോലെ വരും. ഇപ്പോ വസിഷ്ഠൻ പറഞ്ഞു ശുഭവാസനയെ ധാരാളം അധികമാക്കുന്ന. അശുഭവാസനയോട് ഇപ്പൊ യുദ്ധമൊന്നും ചെയ്യാൻ പോണ്ട, ശണ്ടയൊന്നും കൂടണ്ട, ധാരാളം കിട്ടുന്ന സമയമൊക്കെ തന്നെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. സദ്ഗ്രന്ഥങ്ങൾ വായിക്കുക, ക്ഷേത്ര ദർശനം ചെയ്യാം, ഭഗവൻ നാമജപം ചെയ്യാം. ഉറങ്ങണമെങ്കിൽ എവിടെയെങ്കിലും സപ്താഹത്തിൽ പോയിരുന്ന് ഉറങ്ങാം. ഉള്ള സമയമൊക്കെ തന്നെ എൻഗേജ്ഡ് ആയിട്ട് നല്ല നല്ല അധ്യാത്മ വിഷയങ്ങളിൽ മനസ്സിനെ വിട്ടുകൊണ്ട് ഇരിക്കുക. ഇത് പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേ പഥി. പൗരുഷ പ്രയത്നം കൊണ്ട് അശുഭേഷു സമാവിഷ്ടം. ചിലപ്പോഴൊക്കെ മനസ്സ് ചെന്ന് അശുഭമായ വിഷയങ്ങളിൽ ഇരിക്കും. അത് പൗരുഷത്തോടുകൂടി തന്നെ ശുഭത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ്. ബലമായി ശുഭത്തിലേക്ക് കൊണ്ടുവരണം. അശുഭാത് ചാലിതം യാതി ശുഭം തസ്മാദപി ഇതരത്ത്. അശുഭത്തിൽ നിന്ന് മനസ്സിനെ നോക്കൂ. ഈയിടെ ഒരു സന്യാസി പറയായിരുന്നു, അവരുടെ ആശ്രമത്തില് മഠത്തില് ബ്രഹ്മചാരികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ ബ്രഹ്മചാരികൾ സാധകന്മാര് അവരവരുടെ വിഷമങ്ങളൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പറയും. അത് ചില ദിവസങ്ങളിൽ ഒക്കെ പറയണമെന്നാണ്. ഇന്ന ദിവസങ്ങളിൽ അവർ പറയും. അങ്ങനെ ചില വിഷമങ്ങളൊക്കെ വരുമ്പോൾ അതിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും. മുഖ്യമായ ഉപദേശം എന്താ എന്ന് വെച്ചാൽ, അവർക്ക് മനസ്സ് എന്തെങ്കിലും ചീത്ത വഴിക്ക് പോവുകയാണെങ്കിൽ നിരന്തരമായി ഏതെങ്കിലും അവരെക്കാളും ഉയർന്നവ സാധകന്മാരായിട്ടുള്ളവരുടെ സംഘം അവരുടെ ഇൻചാർജിൽ വിടുകയാണ്. കാരണം നമുക്കൊരു ഔട്ടർ ഹെൽപ്പ് വേണം. കാരണം നമ്മൾക്ക് നമ്മളെ വിശ്വസിക്കാൻ ഒക്കില്ല. നമ്മളെ വിശ്വസിച്ചാൽ നമ്മൾ വീണുപോകും. അപ്പോൾ ഒരു ഉയർന്ന ബലം നമ്മളെ പിടിക്കണം. അവിടെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, ടെമ്പററി ആയിട്ടെങ്കിലൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാന്നിധ്യം, ഒരു ക്ഷേത്രം, ഒരു സത്സംഗം, എന്തെങ്കിലുമൊക്കെ ആശ്രയിക്കാം. ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ എനർജൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഈ ചെറിയ കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ കുട്ടികളെ പതുക്കെ പതുക്കെ വഴിക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്ക് ഇത് വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ കൊണ്ടുവരുന്ന പോലെ ജന്തോഹോ ചിത്തം തു ശിശുവത് തസ്മാത് തത് ചാലയേത് ബലാത്. ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല, ഇപ്പൊ തീ തൊടാൻ പാടില്ല എന്ന് അറിയില്ല. അപ്പോ കുറച്ച് ബലമായിട്ട് തന്നെ ആ കുട്ടിയെ അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്ന പോലെ ഈ മനസ്സിന് ചിലപ്പോഴൊക്കെ ബലം പ്രയോഗിക്കണം, ചില സമയത്ത് പറഞ്ഞു കൊടുക്കണം എന്നാണ്. സമത സാന്ത്വനേന. ചിലപ്പോഴൊക്കെ ചില വിഷമങ്ങളൊക്കെ ചെന്ന് ചാടും, ഒരുപാട് വിഷമിക്കും. അപ്പൊ മനസ്സിനോട് പറയണം. അതൊക്കെ മഹാപുരുഷന്മാർക്ക് അറിയാം, എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സാരമില്ല, ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് സാന്ത്വനം.
ഒരു സാന്ത്വനത്തിന് ഒരു സെന്റർ ഉണ്ടാവണം. സമത സാന്ത്വനേന ആശു. ഒരുപാട് ബലം പിടിച്ച നദ്രാഗ്, ഒരുപാട് ബലം പിടിക്കണ്ട, കുറച്ച് റെസ്റ്റ്ഫുള്ളായിട്ട്. ഇപ്പൊ എന്ത് നേടിയെടുക്കാനായി ഓട്ടം? പതുക്കെ. അധ്യാത്മത്തിലും സന്തതം ശലിപ്പര സന്തോഷമാകവേ എന്ന് പറഞ്ഞു ഭഗവാൻ രമണ മഹർഷി. എങ്ങനെ സാധന ചെയ്യണം, എങ്ങനെ ആത്മവിചാരം ചെയ്യണം? സന്തതം, എപ്പോഴും. ശലിപ്പര, ബോറടിക്കാൻ പാടില്ല, വിരസത തോന്നാൻ പാടില്ല. സന്തോഷമാകവേ, ആനന്ദത്തോടുകൂടെ ആത്മധ്യാനം ചെയ്യൂ, ആത്മവിചാരം ചെയ്യൂ. അപ്പോ ഇങ്ങനെ ലാളയേത്ത് ചിത്തബാലകം, ഈ ചിത്തം എന്നുള്ള ഈ ബാലകനെ, ഈ കുട്ടിയെ ഇത്തിരി ലാളനം ചെയ്ത് കൊണ്ടുവരികയാണെന്നാണ്. എപ്പോഴാണോ ഹേ രാമ നിനക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാസന വരുന്നത്, അഥവാ ഒരു ദുഃഖം വരുമ്പോ ഈ സത്സംഗത്തിൽ കേട്ടതൊക്കെ ബലമായിട്ട് ഓർമ്മ വരും. ഒരു വിഷമം വരുമ്പോ കുറച്ചു നേരം ഒന്ന് കരഞ്ഞു, അപ്പോഴേക്കും ഓർമ്മ വന്നു, ഗീതയിൽ കേട്ടു പഠിച്ച ഒരു കാര്യം ഓർമ്മ വന്നു, സത്സംഗത്തിൽ കേട്ടത് ഓർമ്മ വന്നു, ജ്ഞാനവിചാരം ചെയ്യാനുള്ള ശക്തി വന്നു, അല്ലെങ്കിൽ ആ ദുഃഖത്തിനെ സാക്ഷിയായിട്ട് നോക്കാനുള്ള ശക്തി വന്നപ്പോ തഥാ അഭ്യാസസ്യ സാഫല്യം വിദ്ധി ത്വം അരിമർദ്ദന. നീ ചെയ്ത പ്രാക്ടീസ് ഇറ്റ് ഈസ് ബിക്കമിങ് ഫ്രൂട്ട്ഫുൾ എന്ന് അറിഞ്ഞുകൊള്ളുക. കാരണം സമയത്തിൽ ഓർമ്മ വരണ്ടല്ലോ, അല്ലേ? അല്ലെങ്കിൽ ആ ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് സത്സംഗത്തിലൊക്കെ ഓർമ്മയുണ്ടാവും, പുസ്തകം വായിക്കുമ്പോൾ ഓർമ്മയുണ്ടാവും, വിഷമം വരുമ്പോൾ മറന്നു പോകും. അപ്പൊ വിഷമം വരുമ്പോൾ മറന്നു പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ പോയി ആശ്രയിച്ച് അവരോട് ചോദിക്കും, അവരിത് പറയും. ഇപ്പോൾ നമ്മുടെ മുരുക പറയും, അദ്ദേഹത്തിന് വഴിയൊക്കെ കാണിച്ച ഒരു വയസ്സായ അവരുടെ സ്വന്തത്തിലുള്ള ഒരു അമ്മാവൻ വയ്യാതെ കിടക്കുകയാണ്, സീരിയസ് ആയിട്ട്. അവ കാണാൻ ചെന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥയാണ്. കാണാൻ ചെന്നപ്പോൾ നമ്മുടെ സത്സംഗത്തിൽ കേട്ടതും എല്ലാം അദ്ദേഹത്തിന് അടുത്തിരുന്ന്, അദ്ദേഹത്തിന് അറിയണ കാര്യമാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞു. ശരീരത്തിന് വിഷമമൊക്കെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, എനിക്കിപ്പോൾ ഈ ദേഹത്തിലുള്ള വേദന മാത്രമേ ഉള്ളൂ, വേറൊന്നും അറിയണില്ല. പലതൊക്കെ കേട്ടു പഠിച്ചു ഒക്കെ ചെയ്തു, പക്ഷെ ഇപ്പൊ ശരീരത്തിന്റെ വേദന മാത്രമേ മുമ്പിൽ നിൽക്കണുള്ളൂ, അതൊന്നും ഓർമ്മയില്ല എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയരുത്, ശരീരമൊക്കെ വേദനിക്കും, നമ്മൾ ശരീരമല്ലല്ലോ. അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ച ആ കഥയൊക്കെ പലതും ഒക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോ ഇതൊക്കെ പറയാം, പക്ഷെ ഇപ്പോ വേദനയാണ് മുൻപിൽ നിൽക്കണത് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്ന് കുറച്ചു നേരം കണ്ണടച്ചു. അത്ര ഇത്തിരി നേരം കണ്ണടച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണ് തുറന്നിട്ട് താങ്ക്സ്. എന്താന്ന് വെച്ചാ അതൊക്കെ ഉള്ളിലുണ്ട്. ഓർമ്മ വന്നു, ധൈര്യം വന്നു, ഉള്ളില് ധൈര്യം വന്നു, താങ്ക്സ് എന്ന് പറഞ്ഞു. 1 മണിക്കൂറിൽ മരിച്ചുപോയി. ഈ വിദ്യയുടെ ബലമാണത്, ഈ അറിവിന്റെ ബലമാണത്. ഞാനങ്ങനെ ഒന്ന് രണ്ട് ആളുകൾക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ. ചിലരുടെ കഥയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയുന്ന ഒരമ്മ ക്യാൻസറാണ്, സിവിയർ പെയിൻ, ശരീരത്തിൽ വേദന. ആ സമയത്ത് ഒരുപാട് അവസാന കാലം നോക്കൂ, ഇതൊക്കെ ഒരു വിചിത്രമാണ്. കാരണം അവരൊന്നും സത്സംഗത്തിന് വരുന്നവരോ ഇതിലൊന്നും വരുന്നവരായിരുന്നില്ല. പക്ഷേ ഇത് സംഭവിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആവേശം പിടിച്ച പോലെ സത്സംഗത്തിന് എല്ലാ സ്ഥലത്തും വരികയും, അവർക്ക് സംഗീതം അതിലൊക്കെ ആയിരുന്നു രുചി. അതൊക്കെ വിട്ടിട്ട് ചിലവരൊക്കെ എന്നോട് പറയും, സത്സംഗം നടന്നില്ലേ മദ്രാസിൽ, വരണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ കച്ചേരി ഉണ്ടായിരുന്നു, അവിടെ കേൾക്കാൻ പോയി ഇവിടെ, അങ്ങനെയൊക്കെ പറയും. അവസാനമാകുമ്പോൾ ആവേശം പിടിച്ച പോലെ സത്സംഗത്തിന് വരികയായിരുന്നു. പല സ്ഥലത്തും വന്ന് കേട്ട് 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 അതൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അവര് ഈ ശരീരവ്യാധി വന്ന സമയത്ത് ഞാൻ കൂടെ ചെന്നിരുന്ന് പതുക്കെ പതുക്കെ അവരോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണ്, നിങ്ങളുടെ ശരീരമല്ല, ഇതിൻ്റെ അപ്പുറം ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, അസ്തിത്വമുണ്ട്.
ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ ശരീരത്തിനെ ഞാനല്ല എന്ന് നിശ്ചയിക്കുക. ഈ വേദന നിങ്ങളുടെ സ്വരൂപമല്ല. നിങ്ങളുടെ ഉള്ളില്, ഹൃദയത്തില് സദാ അസ്തിത്വമാത്രമായിട്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തില് ഒരു പരമാനന്ദ സമുദ്രമുണ്ട്, ശാന്തിയുണ്ട്. അതാണ് നിങ്ങളുടെ സ്വരൂപം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അവരിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അവരങ്ങനെ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സ്വീകരിക്കില്ല എന്നും വിചാരിച്ചില്ല. പറഞ്ഞു അത്ര. ഇതൊക്കെ പറഞ്ഞു ഒരു അരമണിക്കൂർ 1 മണിക്കൂർ പറഞ്ഞിട്ട് പുറത്തു വന്നു. അവരുടെ ഭർത്താവ് നമ്മുടെ പൂർവാശ്രമത്തില് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ബന്ധു അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട്, നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ അത് അന്വേഷിക്കാൻ പോയില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവിടെ പോയപ്പോൾ വിപരീതമായ ഒരു ന്യൂസാണ് കേട്ടത്. അവർ പറഞ്ഞു, വളരെയധികം ദേഷ്യപ്പെടുന്നു, ഞങ്ങളെ കണ്ടാലേ ഇഷ്ടമാവണില്ല, നിങ്ങളൊന്ന് ഒന്ന് നോക്കൂ, എന്താ ഇങ്ങനെ ആയത്. എനിക്ക് ആശ്ചര്യം തോന്നി, എന്താ അവർ പറയണത്. അപ്പോൾ കാണാൻ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു, ഇവരൊക്കെ അങ്ങോട്ട് പുറത്തു പോകാൻ പറയുന്നു, റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറയും, എനിക്ക് തനിയെ സംസാരിക്കണം. ഞാൻ അടുത്തിരിക്കുമ്പോൾ അവർ പറഞ്ഞു, അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത് മുതൽ എൻ്റെ ശരീരത്തിലുള്ള വേദന ഇതിനെയൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞ് ആ ഉള്ളിലുള്ളതിനെ പിടിച്ച് ഒരു പരമാനന്ദം ഉള്ളിലുണ്ട്. ഞാൻ അതിൽ നിലയ്ക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് എന്തിനാ ഇതൊക്കെ ബാക്കിയൊക്കെ? ഇവരെന്നെ വെറുതെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് സിനിമ കാണുമെന്ന് പറയണു, പാട്ട് കേൾക്കൂന്ന് പറയണു, എല്ലാവരുടെ അടുത്തും സംസാരിക്കൂ എന്ന് പറയണു, ഈ ആഹാരം കഴിക്കൂ എന്ന് പറയണു. എനിക്ക് വേദനയാണത്. ഞാൻ തന്നെ ഈ വിഷമിച്ച് ഈ വേദനയിൽ നിന്ന് വിട്ട് ഒരു ശാന്തിയിലേക്ക് പോവാൻ നോക്കുമ്പോൾ ഇവരെന്നെ പിടിച്ച് പുറത്തേക്ക് വലിക്കുകയാണ്. അപ്പൊ ഞാൻ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞു, നോക്കൂ, ഇതൊരു വളരെ സീക്രട്ട് ജേർണിയാണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. അവർക്ക് ഇനി സിനിമയും ഇതൊന്നും പ്രയോജനപ്പെടില്ല. നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ അവർക്ക് എന്തോ ഹെൽപ്പ് ചെയ്യുകയാണെന്നാണ്, ഉപദ്രവിക്കുകയാണ് ചെയ്യണമെന്ന്. അവരെ ഇനി ഉപദ്രവിക്കരുത്. അവർ വളരെ ദിവ്യമായ ഒരു യാത്ര പുറപ്പെട്ട് സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇനി തിരിച്ചു വിളിക്കരുത്, ഉപദ്രവിക്കരുത് എന്നാണ്. അവർ പറഞ്ഞു, എന്തോ അറിഞ്ഞില്ല ഞങ്ങളെ അവരെ എന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുമോ, ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറഞ്ഞു, അവരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നൊക്കെ. ഇങ്ങനെയാണല്ലോ സാധാരണ ആളുകൾക്ക്. അവർക്ക് തിന്നാൻ വേണ്ടതൊക്കെ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അതൊക്കെയാണ് ഞങ്ങൾ ശ്രമിച്ചു നോക്കിയത്. അരുത്, ഇനി ഒന്നും ചെയ്യരുതെന്നോ. കുറച്ച് ദിവസം ശാന്തമായിട്ട് ശരീരമുണ്ട്. അപ്പോ ഇത് ജീവിതശാസ്ത്രമാണ്, എന്റർടൈൻമെന്റ് അല്ല, കലാപരിപാടിയല്ല. ഇത് ജീവിതശാസ്ത്രമാണ്. അപ്പൊ പൗരുഷേണ പ്രയത്നേന, പൗരുഷ പ്രയത്നം കൊണ്ട് പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുത്തിട്ടോ, ബലം ഉപയോഗിച്ചിട്ടോ, സ്നേഹം കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപായം കൊണ്ടോ, സത്സംഗം, ഭക്തി, നാമസങ്കീർത്തനം, എന്തെങ്കിലുമൊക്കെ കൊണ്ടോ പതുക്കെ പതുക്കെ ആ മനസ്സിനെ വശത്തിലാക്കി ആത്മാവിൽ ഇരുത്തണം. ഭഗവൻ നാമത്തിലെങ്കിലും ഇരുത്തണം, ഭഗവാന്റെ രൂപത്തിലെങ്കിലും ഇരുത്തണം. അധ്യാത്മ വിഷയത്തിൽ ഇരുത്തി ഒരു ശാന്തി ഉണ്ടാക്കി കൊടുക്കണം. അതുണ്ടാക്കി നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ അത് ബലമായിട്ട് പൊന്തി വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ജ്ഞാനികളുടെ സീക്രട്ട് അതാണ്. ബാലകൃഷ്ണ സാറ് ലാസ്റ്റ് ലോർഡ്സ് ഹോസ്പിറ്റലിൽ വയ്യാതിരിക്കുകയാണ്. മഹാവേദാന്തി, നിരന്തരം വേദാന്തമാണ്, രാത്രിയില്ല പകലുമില്ല. അദ്ദേഹത്തിന് വേദാന്തം മറന്നൊരു ക്ഷണം ഉണ്ടായിരുന്നില്ല. വെറുതെ പോയി ഇരുന്നാലും വേറെ ഒരു സംസാരമൊന്നും ഉണ്ടാവില്ല. സകലതും ബ്രഹ്മമാണ്, ചൈതന്യമാണ്, ബോധമാണെന്നൊക്കെ പറയും. ഹോസ്പിറ്റലില് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് സർജറി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ചെന്ന് കണ്ടപ്പോ ഉള്ളിൽ ചെന്നതും വരൂ സ്വാമി, ഈ ആസ്പത്രി മുറിയില് ബ്രഹ്മാനുഭവമാണ്. ഇവിടെ ആ ചൈതന്യം മാത്രമേ ഉള്ളൂ, അന്യമായി മറ്റൊരു വസ്തുവുമില്ല. ഇവിടെ ഡോക്ടറും മരുന്നും
ഇതുമൊക്കെ അത് തന്നെ. ഇതിനകത്ത് ബ്രഹ്മാനുഭവമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ശരീരമില്ല, അത് പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകളൊക്കെ എങ്ങനെ ഇരിക്കണോ, സുഖമായിട്ടിരിക്കണോ ഒക്കെ ചോദിക്കാൻ സമ്മതിച്ചേ ഇല്ല. അവസാനം എല്ലാവരും പുറപ്പെടുമ്പോൾ പറഞ്ഞു, നിങ്ങളാരും ഇവിടെ വന്നിട്ടില്ല, നിങ്ങളാരും പോണമില്ല, ആരും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴും നമ്മുടെ ആളുകൾ വിട്ടില്ല. ഒരാൾ കൂടെ വന്ന ആൾ ചോദിച്ചു, സാർ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എങ്ങനെയുണ്ട്, ആ സർജറി ആയിന്ന് കേട്ടല്ലോ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡും മണ്ണാങ്കട്ട എന്ന് പറഞ്ഞു. അപ്പോ ഈ അറിവുണ്ടല്ലോ, അറിവ് സദാ ഉണർന്നു വർത്തിക്കുകയാണ്. അതാണ് അഭ്യാസസ്യ സാഫല്യം വിദ്ധി. അഭ്യാസത്തിന്റെ ഫ്രൂട്ട്ഫുൾനെസ്, ഫ്രൂയിഷൻ. ആ അഭ്യാസം ഈ ശ്രവണ മനനങ്ങളൊക്കെ ചെയ്തത് സന്ദർഭം വരുമ്പോ വിടാതെ നിൽക്കുകയാണെന്ന്. നല്ല സന്ദർഭം വരുമ്പോ ആ വിഷയം മറന്നു പോവാതിരിക്കുകയാണ്, അറിവ് മറന്നു പോവാതിരിക്കുകയാണ്, ജ്വലിച്ചു നിൽക്കുകയാണ് ഉള്ളില്. അതാണ് ബുദ്ധിയോഗം എന്ന് ഭഗവാൻ ഗീതയിൽ തത്രതം സംയോഗം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേ. അവിടെ ബുദ്ധി എന്ന് വെച്ചാൽ ഈ ജ്ഞാനമാണ്. സന്ദിഗ്ധായാമപി ഭൃശം ശുഭാം ഏവ സമാഹര ശുഭായാം വാസനാവൃദ്ധൗ താത ദോഷോ ന കശ്ചന. ചിലരൊക്കെ ചോദിക്കും, നമ്മളെ എപ്പോഴും ഈ അമ്പലത്തിൽ പോവാതെ ചെയ്യുക, ജപം ചെയ്യുക, ഒക്കെ ചെയ്യേണ്ട സ്വാമി, ഇതൊക്കെ മതിയോ? ജ്ഞാനവിചാരം അങ്ങനെയൊന്നും വരണില്ലല്ലോ, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ശുഭമായ കാര്യങ്ങൾ, നല്ല മംഗളമായ കാര്യങ്ങൾ എത്ര അധികമാക്കിയാലും ന ദോഷ കശ്ചന ദോഷ, അതിൽ നിന്നും ഒരു ദോഷവും വരില്ല. അതൊക്കെ അനുകൂലമായിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശുഭമായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. കല്യാണപഥം, മംഗളപഥം, ഇങ്ങനെ സത്സംഗത്തില് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാലം കഴിച്ചു കൊണ്ടിരിക്കുക. ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. ഭരതൻ രാജാവായിട്ട് ഇരുന്ന ഭരതൻ മാനിനെ ചിന്തിച്ച് മാനായിട്ട് ജനിച്ചു. ആ മാൻ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? ഋഷികളുടെ ആശ്രമത്തിൽ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് കഴിച്ചു കൂട്ടി. ചിലപ്പോ ഉള്ളിലെ ഇച്ഛാശക്തി തുണക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും വേണ്ടില്ല, എവിടെയെങ്കിലുമൊക്കെ സത്സംഗത്തിലിരിക്കുക, നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കീർത്തനം ചൊല്ലുകയോ പൂജ ചെയ്യുകയോ അവിടെ ഇരിക്കാം. ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ അത്രയെങ്കിലുമൊക്കെ. സന്ദിഗ്ധായാമപി ഭൃശം ശുഭാം ഏവ വാസനാം സമാഹര. ശുഭവാസനകളെ ശേഖരിച്ചു കൊള്ളുക താത്ത. എന്റെ കുട്ടി, ആ ശുഭവാസന അധികമാവുന്നത് കൊണ്ട് ദോഷമൊന്നും വരില്ല കേട്ടോ എന്ന്. താത്ത ദോഷോന്ന് കശ്ചന അവ്യുത്പന്നമന യാവത് ഭവാന് അജ്ഞാത തത്പദാം ഗുരുശാസ്ത്ര പ്രമാണൈസ്തു നിർണീതം താവദാചര. വേദാന്ത വ്യുത്പത്തി നല്ലവണ്ണം വരുന്നവരെ, ആത്മജ്ഞാനം സമ്പാദിക്കുന്നത് വരെ നല്ല വഴി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഗുരുവിന്റെ അടുത്ത് ചോദിക്കാം, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ. അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിൽ ശാസ്ത്രം എന്താണ് പറയണത്? തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യ വ്യവസ്ഥിതം. കഴിയുന്നത്രയും അവനവന് തോന്നണ പോലെ പ്രവർത്തിക്കാതിരുന്നാൽ തന്നെ ആ ഒരു വാസന, ആ വാസന കുറയും തോറും തന്നെ നല്ലതുണ്ടാവും. മഹാപുരുഷന്മാർക്ക് ഇതൊരു പ്രകൃതിയാണ് അവർക്ക്. രാമകൃഷ്ണ പരമഹംസർ ചിലപ്പോൾ തന്നെ ശിഷ്യന്മാരോടൊക്കെ ചോദിക്കും, ഇത് ചെയ്യട്ടെ. ഒരു ശിഷ്യൻ നിരഞ്ജനാനന്ദ സ്വാമിയുടെ അടുത്ത് ചോദിച്ചു, എന്തോ ഒരു കാര്യത്തിന്, നീ പറയൂ, ഞാനിത് ചെയ്യട്ടെ. അദ്ദേഹം ചോദിച്ചു, ഠാക്കൂർ എന്തിനാ എന്നോട് ചോദിച്ചു? നീ നാരായണനാണ്, നീ പറഞ്ഞാൽ ശരി. അപ്പോഴേക്ക് അപ്പോ എവിടെയെങ്കിലും ആശ്രയിക്കാന്നാണ്. ആരെങ്കിലും ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, ചെയ്തു. ശാസ്ത്രം എന്ത് പറയണോ ചെയ്തു. അപ്പോ ഗുരു ശാസ്ത്ര പ്രമാണൈസ്തു നിർണീതം. ഗുരു പറയുന്ന പ്രമാണത്തിലൂടെ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന പ്രമാണത്തിലൂടെ ചെയ്താൽ നമ്മൾക്ക് ചുമതലയില്ല, നമ്മളുടെ മേത്തൊന്നും വീഴില്ല, നമ്മളുടെ അഭിമാനത്തിന്റെ ദോഷമില്ല. ആ വഴിക്ക് യാത്ര. ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയി ഇല്ലേ, ഡോക്ടർ ഒരു മരുന്ന് തരും, നമ്മൾ വിശ്വസിച്ച് കഴിക്കുന്നുണ്ടല്ലോ.
ഇതിനാണ് പ്രമാണം എന്ന് പേര്. ഡോക്ടർ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത്രയും ചെറിയ മരുന്ന് കഴിച്ചാൽ എൻ്റെ സൂക്കേട് ഭേദമാവൂ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും നിങ്ങൾക്കുള്ള ആസ്പത്രി വേറെയാണ്, ഇവിടെ എല്ലാം. അപ്പോ വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പോ സിനിമാക്കാർ പറയണതൊക്കെ വിശ്വസിക്കുന്നില്ലേ? ഈ ന്യൂസ് പറയണതൊക്കെ വിശ്വസിക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഇത് സംഭവം, യുദ്ധമൊക്കെ വെറുതെ ചില ന്യൂസൊക്കെ ഉണ്ടാക്കണമെന്നാ പറയണത്. ബോംബ് വീണതായിട്ടും ഉള്ളതൊരു വശത്ത്, ഇല്ലാത്തത് മറ്റൊരു വശത്ത്. ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് ആളുകളെ. അവരവരുടെ മനസ്സിനെ വിശ്വസിക്കണു, ഈ ന്യൂസിനെ വിശ്വസിക്കണു. പിന്നെ നമ്മുടെ AI ഉണ്ടല്ലോ, അത് ഗംഭീര സാധനമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷെ ചിലപ്പോൾ നല്ലവണ്ണം പുൾട്ടും അടിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ പറയണ തെറ്റാണെന്ന് അതിന് കാണിച്ചു കൊടുത്തു എന്ന് വെച്ചോളൂ. ഓ സോറി, നീ നല്ല ബുദ്ധിശാലിയാണെന്ന് നമ്മളെ സ്തുതിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ കാണിക്കേണ്ടത് മനുഷ്യന്റെ പ്രകൃതി. നമ്മൾ തന്നെയാണല്ലോ അത്, നമ്മളുടെ മനസ്സാണ്. അതിനെയാണ് അതിനെ റിഫൈൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അത്. അപ്പോ ഇതിനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ഗുരു ശാസ്ത്ര പ്രമാണയിസ്തു നിർണീതം, ഗുരു പറയുന്ന രീതിയിൽ ശാസ്ത്രം പ്രമാണമായിട്ട് പറയുന്ന നിർണയിച്ചിട്ടുള്ള രീതിയിൽ നടക്കാം. തതഹ, അങ്ങനെ കാലപ്പോക്കുകൊണ്ട് പക്വ കഷായേണ്, കഷായം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള നമ്മുടെ ഈ ആയുർവേദത്തിലുള്ള കഷായം പോലെ അത് തന്നെ കുടിക്കുമ്പോൾ തകട്ടുമല്ലോ. ഉള്ളിൽ തകട്ടുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതാണ് കഷായം. ആ കഷായമൊക്കെ ഒരു വിധത്തില് തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ, ചിത്തം ഒന്ന് ശുദ്ധമായി കഴിയുമ്പോ തത പക്വ കഷായേണ് നൂനം വിജ്ഞാത വസ്തുന, ഗുരുപദേശം കൊണ്ട് ആത്മതത്വം നല്ലവണ്ണം തെളിഞ്ഞു കഴിയുമ്പോ ശുഭോപി അസൗ പരിത്യാജ്യ, ആ സമയമാവുമ്പോ ഈ ശുഭവാസനയും അങ്ങോട്ട് വിട്ടുകളയാന്നാണ്. ഇനിയിപ്പോ ഞാൻ ഇത് ചെയ്യണോ, അനുഷ്ഠാനം ചെയ്യണോ, ഈ പൂജ ചെയ്യണോ, ഒന്നും നിർബന്ധമില്ല. ഇതും അങ്ങോട്ട് കടന്നു. കാരണം അശുഭം മുമ്പേ പോയി. അപ്പൊ ആ ശുഭവാസനയും ബന്ധകാരണമായിട്ട് നിർത്തുന്നില്ല. ഒന്നും ഇത് ചെയ്യണം, രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണം, ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ, ജീവൻ മുക്തൻ. ശുഭോപ്യസൗ പരിത്യാജ്യോ വാസനോഗോ നിരോധിന. അപ്പൊ ചിത്തവൃത്തി നിരോധം മാത്രമാണ്. ശുഭവാസനയും ചിത്തവൃത്തിയെ ചലിപ്പിക്കുമല്ലോ. അവിടെ പോകണം, ഇവിടെ പോകണം, രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണം, ജപിക്കണം, പൂജ ചെയ്യണം, നിവേദ്യം ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം, ഇതിൽ ഇത്ര പ്രാവശ്യം അർച്ചിക്കണം, ഇത്ര പ്രാവശ്യം പൂജിക്കണം, ഇത്ര പ്രാവശ്യം അർഘ്യം കൊടുക്കണം, ഇതിൽ തെറ്റുവന്നു, ഇങ്ങനെ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വിട്ടുപോയി. ഒരു കംപ്ലീറ്റ് സ്വസ്ഥമായി ഇനി ഒന്നും ആവാനോ നേടിയെടുക്കാനോ ചിലർക്ക് മുമ്പേ അതായി കിടക്കണോ, അതാണ് പ്രശ്നം. അപ്പൊ അശുഭം കഴിഞ്ഞിട്ടാണ് പറയണത്. അശുഭത്തിനെ കടന്നു കഴിഞ്ഞ് നല്ല പക്വമായി ഉള്ളിലുള്ള കാമക്രോധാദി ദോഷങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ ശുഭോപ്യസൗ പരിത്യാജ്യോ വാസനൗഗോ നിരോധിന യദതി സുഭഗമാര്യ സേവിതം തച്ഛുഭമനുസൃത്യ മനോജ്ഞഭാവബുദ്ധ്യാ അധിഗമയ പദം സദാ വിശോകം തദനു തദപി അവമുച്യ സാധു തിഷ്ഠ. വാൽമീകിയാണല്ലോ. യദതി സുഭഗം ആര്യ സേവിതം, മംഗളമായിട്ടുള്ളത്, ആര്യന്മാര് സേവിക്കുന്നത്. ആര്യൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ, വിവേകി, ജ്ഞാനി. ഹിസ്റ്ററിയിൽ പറയുന്ന ഈ നോടെ ഒന്നും വിശ്വസിക്കരുത്. ആര്യന്മാർ അവിടെ നിന്ന് വന്നു, ദ്രാവിഡന്മാരെ ആക്രമിച്ചു, ഇവരായിട്ടൊരു പേര് കൊടുത്തിരിക്കുക. ആര്യൻ എന്ന ശബ്ദം ബുദ്ധനാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്, നമ്മളൊന്നുമല്ല. ആര്യമാർഗം എന്നാണ് ബുദ്ധൻ പറയണത്. എന്നുവെച്ചാൽ ശ്രേഷ്ഠന്മാർ നടക്കുന്ന വഴി, വിവേകികൾ നടക്കുന്ന വഴി, അത്രയേ ഉള്ളൂ. യദിദം യത് അതിസുഭകം, വളരെ സുന്ദരമായിട്ടുള്ളത്, മംഗളമായിട്ടുള്ളത്, ആര്യസേവിതം തത് ശുഭം അനുസൃത്യ, ആ ശുഭത്തിനെ അനുസരിച്ച്
മനോജ്ഞ ഭാവബുദ്ധ്യ, ബുദ്ധിയില് ആ അറിവിനെ സ്വീകരിച്ച് നല്ലവണ്ണം തെളിഞ്ഞ് പ്രകാശമായി, അധിഗമയ പദം സദാവിശോകം, പതുക്കെ പതുക്കെ ശോകം സ്പർശിക്കാൻ കഴിയാത്തതായ ആ നിർവാണ പദത്തിൽ പ്രവേശിച്ച്, തദനു തദപി അവമുച്യ, ആ ശുഭവാസനയും അങ്ങോട്ട് വിട്ടിട്ട് സാധുതിഷ്ഠ, ഹേ രാമ മംഗളനായി മുക്തപുരുഷനായി അങ്ങനെ ഇരിക്കൂ. അപുനർഗ്രഹണായാന്തഃ ത്യക്ത്വാ സംസാരഭാവനം സമ്പൂർണോ ശമസന്തോഷൗ ച ആദായ ഉദാരയാ ധിയാം. അപുനർഗ്രഹണായ, ഈ സംസാര ദുഃഖവാസനയെ വീണ്ടും എടുക്കാത്ത വിധത്തിൽ വിട്ടുകളയാന്നാണ്. അപുനർഗ്രഹണായ, പുനർഗ്രഹണം പാടില്ല, വീണ്ടും എടുക്കരുതെന്നാണ്. വീണ്ടും എടുക്കണതിന് പറയണത് ഛർദിച്ചത് എടുക്കാനാണ്, മാന്തവസ്തു. അപുനർഗ്രഹണായാന്തഃ ത്യക്ത്വാ സംസാരഭാവനം, സംസാരഭാവന എന്ന് വെച്ചാൽ രാഗദ്വേഷം ഇതൊക്കെ അങ്ങോട്ട് വിട്ടുകളഞ്ഞ്, സമ്പൂർണവും നല്ല സമ്പൂർണമായ ശമസന്തോഷം, മനസ്സിന്റെ ശാന്തി കിട്ടിയത് കൊണ്ടുള്ള തുഷ്ടി, ഇത് രണ്ടും എടുത്ത് ഉദാരയാധിയ, നല്ല തെളിഞ്ഞ ബുദ്ധി കൊണ്ട് ഇതൊക്കെ എടുത്ത്, ഹേ രാമ സുപൂർവ അപരവാക്യാർത്ഥ വിചാര വിഷയാദൃതം മനസ്സമരസം കൃത്വാ സാധു സാനുസന്ധാനമാത്മനി ശൃണുരാമ പുരാപ്രോക്തം ബ്രഹ്മണാ പരമേഷ്ഠിനാ സർവദുഃഖക്ഷയം ക്ഷയകരം പരമാശ്വാസനം ധിയഃ. പണ്ടെനിക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചതായിട്ടുള്ളതും സർവദുഃഖത്തിനെയും ക്ഷയിപ്പിക്കുന്നതും പരമാശ്വാസത്തിനെ തരുന്നതുമായ ആ അറിവിനെ രാമ തനിക്ക് ഞാൻ ഉപദേശിച്ചു തരാം. ഇതാണ് വസിഷ്ഠൻ ഇപ്പൊ ആരംഭിക്കുന്നത്. വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞതിന്റെ നടുക്ക് വീണ്ടും ആ വിദ്യയിലേക്ക് വരികയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു അതിനെ ആണ് ഇപ്പോഴാണ് ആ കഥ പറയണത് വസിഷ്ഠൻ. നമ്മൾ നാളെ അതിൻ്റെ ഉപദേശഭാഗത്തിന് നാളെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.